ഹായ് ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ ഫ്രീ ക്ലാസ് സീരീസ് സഹകാരി റേസ് പ്ലസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷയെക്കുറിച്ച് ഒന്ന് ആമുഖമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നമുക്ക് ഫ്രണ്ടിൽ നിൽക്കുന്ന കാര്യം ഇതിൻ്റെ കട്ട് ഓഫ് മാർക്കാണല്ലേ. ഓരോ ജില്ലകളിലും വരുന്ന കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് വളരെ താഴ്ന്ന കട്ട് ഓഫ് മാർക്കാണ് ഇതിനു മുന്നേ ഉള്ള പല പരീക്ഷകളിലും വന്നിട്ടുണ്ടായിരുന്നത്. അതിന് കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, വ്യത്യസ്തമായിട്ടുള്ള സ്ട്രീമിൽ നിന്ന് വരുന്ന ഉദ്യോഗാർത്ഥികളാണ് എൻ്റെ കാരണം. കാര്യം എന്താ, നമുക്കിപ്പോൾ ഒരു എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളെ സംബന്ധിച്ചോളം എന്തായിരിക്കും മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവത്തില്ല, അതുപോലെ സ്റ്റാറ്റ്, ഇതെല്ലാം കുറച്ചൊക്കെ ഇന്റർലിങ്ക്ഡ് ആണെങ്കിൽ കൂടിയും അതുപോലെ കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ എന്താണ് മറ്റുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കാര്യങ്ങളെ ആൻസർ ചെയ്യാൻ പലപ്പോഴും എന്താണ് PSC ലെവലിൽ ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു പ്രാവശ്യം നമ്മളിത് ആൾട്ടർ ചെയ്യാണ്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഏതൊരു സാധാരണക്കാരനും അല്ലെങ്കിൽ ഒരു മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാളിന്, ഒരു സ്റ്റാറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാളിന്, എല്ലാവർക്കും തുല്യമായിട്ട് ഈ പറഞ്ഞ എല്ലാ സബ്ജക്റ്റിനെയും ആക്സസ് ചെയ്യാൻ പാകത്തിനുള്ള ക്ലാസ്സുകളാണ് സഹകാരി റേസ് പ്ലസ് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ റിലേഷൻ ആൻഡ് ഫംഗ്ഷന്റെ ക്ലാസ് ആണ് എടുക്കുന്നത്. ഇതിന് മുന്നേ ഉള്ള PYQs എല്ലാം നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെടുത്തി റിലേഷൻ ആൻഡ് ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെടുത്തി ഏറ്റവും ലാസ്റ്റ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം നിങ്ങളെ എഴുതാൻ അല്ലെങ്കിൽ അതിന്റെ ഉത്തരം പറയാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഈ ക്ലാസ്സിന്റെ ലക്ഷ്യം. അത് മാത്രം കൊണ്ടായില്ല മക്കളെ, നമുക്ക് റിവൈസ് ചെയ്തുള്ള പ്രാക്ടീസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് നമ്മളൊരു പ്രോബ്ലം പഠിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് പുതിയൊരു തരത്തിൽ ചോദിക്കുക, അതെങ്ങനെ നമുക്ക് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നാണ്. ഒരു സബ്ജക്റ്റ് നിങ്ങൾ വിടാൻ പാടില്ല. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു സബ്ജക്റ്റും വിടാൻ പാടില്ല. എന്നാൽ മാത്രമേ നമുക്ക് ആദ്യ റാങ്കുകൾ, കഴിഞ്ഞ പ്രാവശ്യം 50-ന് മുകളിലുള്ള മാർക്കുകളൊക്കെയാണ് ഫസ്റ്റ് റാങ്കിലേക്ക് വന്നിട്ടുള്ളത് അല്ലേ. ഈ പരീക്ഷ നമുക്ക് ഉറപ്പാണ് അതിനേക്കാൾ ഉയർന്ന മാർക്കുള്ള ആൾക്കാരായിരിക്കും ഫസ്റ്റ് റാങ്കിൽ വരുന്നത്. കാരണം എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും. പിന്നെ ജോബിൻ്റെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക, ഡിഗ്രി ലെവൽ പോസ്റ്റാണ്. അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് നമുക്ക് നമ്മുടെ സൗജന്യ വെബിനാറിൽ പറയാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, ഈ ക്ലാസ് തുടക്കം മുതൽ ഒടുക്കം വരെ കാണുക. അതോടൊപ്പം ക്ലാസ് കാണുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ ഫോണിനെ DND മോഡിലേക്ക് ഇടുക. DND മോഡിൽ ഇട്ടതിന് ശേഷം മാത്രം ക്ലാസ് കാണുക. അതിനുശേഷം അവസാനം നമുക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ ഭാഗമൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ക്ലാസ്, അതിനോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് സീരിയസ് ആയിട്ട് ഈ ഒരു ഫ്രീ ക്ലാസ് സീരീസ് നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും നിങ്ങൾക്ക് ഈ ക്ലാസിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ, ഇതിൻ്റെ എക്സാമിനേഷൻ നോട്ടെല്ലാം ആവശ്യമായിട്ടുണ്ടെങ്കിൽ സഹകാരിയുടെ ഗ്രൂപ്പിലേക്ക് വരിക. അതിനുവേണ്ടി താഴെ കാണുന്ന ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ പേരും ജില്ലയും അതുപോലെ നോക്കുന്ന കോഴ്സ്, സ്റ്റാറ്റിക്കൽ അസിസ്റ്റന്റ് അല്ലേ, അങ്ങനെ ഇത്രയും കാര്യങ്ങൾ വാട്സാപ്പ് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് കിടക്കാം. ഇതിനു മുന്നേ 1-2 സന്തോഷ വർത്തമാനങ്ങൾ പറയാനുണ്ട് നിങ്ങളുടെ അടുത്ത്. ഇപ്പോൾ കോമേഴ്സ് ആൻഡ് എക്കണോമിക്സ് ബേസിലെല്ലാം വരുന്ന പരീക്ഷാ പ്രിപ്പറേഷനിലാണ് സഹകാരി റേസ് പ്ലസ് മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന എക്കണോമിക്സുകാരൊക്കെ എഴുതിയ പരീക്ഷയാണ് നമ്മുടെ NVT GFC ടീച്ചറിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നടന്ന നോൺ വൊക്കേഷണൽ ടീച്ചർ GFC ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ്. അതിൽ 1ാം റാങ്ക് സഹകാരി റേസ് പ്ലസിന്റെ പ്രിയപ്പെട്ട പ്രീജ കരസ്ഥമാക്കിയ വിവരം നിങ്ങളെ ഒന്ന് അറിയിക്കുകയാണ്. പ്രീജയുടെ ഇന്റർവ്യൂവിന്റെ, അതായത് അവരുടെ എക്സ്പീരിയൻസ് ഷെയറിന്റെ ഒരു ലിങ്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം 10ാം റാങ്ക് നമ്മുടെ രഹന അസീംബിയും ആണ് 10ാം റാങ്ക് സ്വന്തമാക്കിയത്. അതുപോലെ കോമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള മത്സര പരീക്ഷ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം, സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ 1, 2 റാങ്ക് അടക്കം ഏകദേശം ആദ്യ റാങ്കുകളൊക്കെ നമുക്ക് നമ്മുടെ ഉദ്യോഗാർത്ഥികൾ കരസ്ഥമാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റും ഇതുപോലെ ആയിരിക്കണം 14 ജില്ലയിലെയും റാങ്ക് ലിസ്റ്റുകൾ വരേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ ശ്രമം എന്ന് പറയുമ്പോഴത്തേക്കും അടിസ്ഥാനപരമായിട്ട് എങ്ങനെ സഹകാരിയുടെ സ്ട്രാറ്റജി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി ശ്രമിക്കണം. ആ സ്ട്രാറ്റജി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് സഹകാരിയിൽ അഡ്മിഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആകത്തുള്ളൂ. അഡ്മിഷൻ ആവശ്യമുള്ളവർ ഉറപ്പായിട്ടും ഈ ഒരു ഗ്രൂപ്പിലേക്ക് അംഗമാവുക. നിങ്ങൾക്ക് നമ്മുടെ സ്ട്രാറ്റജി വ്യക്തമാക്കുന്ന തരത്തിലുള്ള നേരിട്ടുള്ള ഗൂഗിൾ മീറ്റ് സെഷൻസ് ഉണ്ടായിരിക്കും. അതിൽ പങ്കെടുത്തതിന് ശേഷം മാത്രം സഹകാരിയിലേക്ക് വരിക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഹായ് എവരി വൺ, വെൽക്കം ടു സഹകാരി റേസ് പ്ലസ്. നമ്മൾ ഇന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ മാത്തമാറ്റിക്സ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ പൊതുവേ എല്ലാവർക്കും കുറച്ച് ടഫായിട്ടുള്ള സബ്ജക്റ്റാണ് മാത്സ്. നിങ്ങളുടെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ മാത്തമാറ്റിക്സിൽ നിന്ന് നല്ലൊരു പാർട്ടും ചോദിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ പല സ്ട്രീമിലുള്ള ആൾക്കാർ എഴുതുന്നുണ്ട്, അതുപോലെ കുറച്ച് ഇയർ ഗ്യാപ്പ് ഉള്ള ആൾക്കാർ എഴുതുന്നുണ്ട്. അപ്പോൾ ഇവരെ എല്ലാവരെയും കൺസിഡർ ചെയ്ത് എല്ലാവർക്കും ഫ്രം ദ ബേസ് മനസ്സിലാവുന്ന രീതിക്കാണ് നമ്മൾ ക്ലാസ്സസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ ആദ്യത്തെ മൊഡ്യൂൾ, മാത്തമാറ്റിക്സിന്റെ ആദ്യത്തെ മൊഡ്യൂളിൽ വന്നിരിക്കുന്നത് കാൽക്കുലസ് ആണ്. കാൽക്കുലസിലെ തന്നെ റിലേഷൻസ്, ഫങ്ഷൻസ്, ലിമിറ്റ്സ്, കണ്ടിന്യൂറ്റി, ഡിഫറൻസിയേഷൻ, ഈ ടോപ്പിക്സ് ആണ് ഫസ്റ്റ് മൊഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിനകത്ത് നമ്മൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിക്കാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഓക്കെ, അതായത് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് പഠിക്കും മുൻപ് അല്ലെങ്കിൽ ആ പ്രോപ്പർ കാര്യങ്ങളിലോട്ട് പോകും മുമ്പ് നമുക്ക് എന്തൊക്കെ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണോ അതെല്ലാം ഈ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അതിനു മുമ്പ് നമുക്ക് ഒരു PYQ നോക്കാം. If A is equal to set of PQR and B is equal to set of ABCD, then the number of functions possible from A to B is
ഇതാണ് ആ PYQ. ഇത് 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ എക്സാമിന്. പക്ഷെ ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളവർ എന്ത് ചെയ്യും, അല്ലെങ്കിൽ കുറച്ച് ഇയർ ഗ്യാപ്പ് വന്ന ആൾക്കാർ എന്ത് ചെയ്യും, ഈ ക്വസ്റ്റ്യൻ പാടാണ് എന്നുള്ള രീതിക്ക് സ്കിപ്പ് ചെയ്യും. പക്ഷേ ഈ ക്ലാസിന്റെ എൻഡിൽ നിങ്ങൾക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഈ ക്വസ്റ്റ്യന്റെ ആൻസർ സുഖമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സസിലോട്ട് പോകാം. അപ്പോൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് പഠിക്കും മുൻപ് നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ടതാണ് സെറ്റ് തിയറി. അപ്പോൾ സെറ്റ്സിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റിലേഷൻസിലോട്ട് പോകുന്നത്. റിലേഷൻസിൽ നിന്നാണ് നമ്മൾ ഫംഗ്ഷനിലോട്ട് പോകുന്നത്. നമുക്ക് അപ്പോൾ എന്താണ് സെറ്റ് എന്നുള്ളതിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പൊ നോക്കൂ, എന്താണ് സെറ്റ്? സെറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ആൻഡ് ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്ട്സ്. വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്ട്സിന്റെ കളക്ഷനെയാണ് സെറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഈ വെൽ ഡിഫൈൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സപ്പോസ് ഞാൻ നിങ്ങളടുത്ത് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ ഏതെങ്കിലും 4 അക്ഷരങ്ങൾ എഴുതാൻ പറഞ്ഞു. അപ്പൊ 4 പേരെടുത്ത് ഞാൻ പറയുകയാണെങ്കിൽ ഈ 4 പേരും അവർക്ക് ഇഷ്ടമുള്ള 4 ലെറ്റേഴ്സ് ആയിരിക്കും എഴുതുന്നത് അല്ലേ. ഇപ്പൊ ഞാൻ എയോട് പറഞ്ഞു, അപ്പൊ എ എഴുതുന്നത് CDB ആണെന്ന് വിചാരിക്കൂ. എന്നിട്ട് ഞാൻ ബിയോട് പറഞ്ഞു, അപ്പൊ ബി എഴുതുകയാണ് EFG. സിയോട് പറഞ്ഞപ്പം സി എന്ത് എഴുതി, HIJ. ഇങ്ങനെയാണ് ഇവർ 3 പേരും ഇംഗ്ലീഷ് ആൽഫബറ്റിൽ അവർക്ക് ഇഷ്ടമുള്ള അക്ഷരങ്ങൾ ചൂസ് ചെയ്തത്. പക്ഷെ നിങ്ങൾ നോക്കൂ, ഇത് 3ഉം തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ളതിനെയാണ് വെൽ ഡിഫൈൻഡ് അല്ലാത്തത് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും വെൽ ഡിഫൈൻഡ്? ഇപ്പൊ ഞാൻ പറയുകയാണ്, ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ വവൽസിന്റെ സെറ്റ് എഴുതാൻ പറഞ്ഞു, അല്ലെങ്കിൽ വവൽസിനെ കുറിച്ച് വവൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എ എന്തെഴുതും? എ എന്തായിരിക്കും എഴുതുക? AEIOU. ബി എന്തെഴുതും? ബിയും AEIOU. സി എന്തെഴുതും? സിയു ഏത് തന്നെ എഴുതൂ, AEIOU. അപ്പോൾ ഇതിനെയാണ് വെൽ ഡിഫൈൻഡ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പം ഒരു സെറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരെഴുതി കഴിഞ്ഞാലും അല്ലെങ്കിൽ ആരതിനെക്കുറിച്ച് പറഞ്ഞാലും മാറ്റം വരാൻ പാടില്ല. അങ്ങനെയുള്ളതിനെയാണ് വെൽ ഡിഫൈൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായിരിക്കും ഡിസ്റ്റിങ്ക്ട് എന്ന് പറയുന്നത്? ഡിസ്റ്റിങ്ക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ AEIOU എഴുതിയ സമയത്ത് ഒരു എയും കൂടി ഇടുകയാണ്, അപ്പോൾ ഇതെന്തല്ല, സെറ്റ് അല്ലാതായി, അല്ലെങ്കിൽ ഇത് വെൽ ഡിഫൈൻഡ് അല്ലാതായി. കാര്യം ഇവിടെ എന്താണ്, 2 തവണ എ വന്നിട്ടുണ്ട്. അതായത് ഡിസ്റ്റിങ്ക്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒറ്റ തവണ മാത്രമേ അതിനകത്തുള്ള ഒരു മെമ്പർ നമുക്ക് എഴുതാൻ പറ്റൂ. ഓക്കെ, ഇനി നോക്കൂ, ഇനി നമുക്ക് സെറ്റിന്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ പറയാം. സെറ്റ് എപ്പോഴും ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഞാൻ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എഴുതാൻ പറയാണ്, അല്ലെങ്കിൽ പോട്ടെ സെറ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ് എഴുതാൻ പറയാണ്. അപ്പോൾ ഈ സെറ്റ് ഓഫ് ഓഡ് നമ്പേഴ്സിനെ ഞാൻ എന്ത് ചെയ്യും, ഒരു ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്തിട്ട് ഡിനോട്ട് ചെയ്യും. സെറ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഓക്കെ, B ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ്. അപ്പൊ ഇതുപോലെ ഞാൻ ഓരോ സെറ്റിനെയും എങ്ങനെയായിരിക്കും ഡിനോട്ട് ചെയ്യുക, ഒരു ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ എങ്ങനെയായിരിക്കും ഞാൻ ഓരോ സെറ്റിനെയും ഡിനോട്ട് ചെയ്യുക, ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്തായിരിക്കും ഞാൻ ഓരോ സെറ്റിനെയും ഡിനോട്ട് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് സെറ്റ് എഴുതുന്നത്? സെറ്റ് എപ്പോഴും സെറ്റ് സിമ്പലിനകത്താണ് എഴുതുന്നത്. ഇതാണ് സെറ്റ് സിമ്പൽ, അതായത് കേർലി ബ്രാക്കറ്റ്സ് ആണ്. ഇതിനകത്ത് കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ മാത്സ് ഒക്കെ പഠിച്ച ആൾക്കാർക്ക് ഇത് കുറച്ച് ബേസിക് ആയിട്ട് തോന്നും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരെയും കണക്കിലെടുത്തിട്ടാണ് ക്ലാസ്സസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് പുതിയതായിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർ, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ജോലി വേണം എന്ന് ആഗ്രഹിച്ച് നല്ല രീതിക്ക് പഠിക്കുന്ന ആൾക്കാർക്കും ഒരു പോയിന്റിലും കൺഫ്യൂഷൻ വരരുത്. ആ ഒരു രീതിക്കാണ് ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും ബേസിക് ആയിട്ടാണ് ഞാൻ ഇതിനെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ പറയാണ്, സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ് ലെസ് ദാൻ 10 എഴുതണം. അതായത് ഞാനൊരു സെറ്റ് ഡിഫൈൻ ചെയ്യാണ്. C ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ്. എന്താണ് ഈവൻ നമ്പേഴ്സ്? ഏതിനേക്കാളും ലെസ് ആയിട്ടുള്ള ഈവൻ നമ്പേഴ്സ് ആണ് എഴുതുന്നത്. ഈവൻ നമ്പേഴ്സ് ലെസ് ദാൻ 10. 10നേക്കാളും കുറഞ്ഞിട്ടുള്ള ഈവൻ നമ്പേഴ്സ് വേണം എഴുതാൻ. അപ്പം നമുക്ക് എങ്ങനെ അതൊരു സെറ്റാക്കി എഴുതാം? C ഈസ് ഈക്വൽ ടു സെറ്റ് ഏതൊക്കെയാണ് 10നേക്കാളും ലെസ് ആയിട്ടുള്ള ഈവൻ നമ്പേഴ്സ്? 2, 4, 6, 8 അല്ലേ? അപ്പൊ കണ്ടില്ലേ, സെറ്റ് സിമ്പലിനകത്ത്
കോമയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് എഴുതുന്നത്, ആ സെറ്റിനെ എഴുതുന്നത്. ഓക്കെ, ഈ സെറ്റിനകത്തുള്ള ഓരോ വാല്യൂവും, അതായത് 2 ആയാലും 4 ആയാലും 6 ആയാലും 8 ആയാലും ഇതിനെ പറയുന്ന പേരാണ് എലമെന്റ്സ് എന്ന് പറയും. എന്താണ്? എലമെന്റ്സ് എന്ന് പറയും. അതായത് സെറ്റിലെ ഓരോ മെമ്പേഴ്സിനെയും പറയുന്ന പേരാണ് എലമെന്റ്സ്. അപ്പൊ ഇത്രയാണ് നമ്മളൊരു സെറ്റ് എന്നുള്ളത് കേൾക്കുമ്പോൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. ഇതിൽ തന്നെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന കുറച്ച് സെറ്റ്സ് ആണ് എൻ. ഈ ക്യാപിറ്റൽ ലെറ്റർ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എവിടെ സെറ്റ് എൻ എന്ന് ഉദ്ദേശിച്ചാലും നിങ്ങൾ എന്ത് മനസ്സിലാക്കണം, ഈ എൻ എന്നുള്ളത് ദ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അതായത് ഇപ്പൊ എൻ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് വേറൊന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല എങ്കിൽ എൻ എന്ന് ഉദ്ദേശിക്കുന്ന സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും. അതുപോലെ ഇസഡ് എന്തായിരിക്കും? സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ് ആയിരിക്കും. ക്യൂ എന്താണ്? സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് ആണ്. ആർ എന്താണ്? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ നാച്ചുറൽ നമ്പറിന്റെ സെറ്റ് എന്ന് പറയില്ല, സെറ്റ് എൻ എന്നോ അല്ലെങ്കിൽ റിയൽ നമ്പർ ആണ് ആവശ്യമെങ്കിൽ സെറ്റ് ആർ എന്നോ ഒക്കെ പറഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സെറ്റിന്റെ റെപ്രസെന്റേഷൻസിനെ കുറിച്ച് പഠിക്കാം. റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ് പറയുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് ഒരു സെറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് ഡിസ്ക്രിപ്റ്റീവ് ഫോമിലാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്കിപ്പോൾ ഒരു സെറ്റ് വേണം. ഞാൻ പറയാണ് സെറ്റ് ഓഫ് ഓൾ ഓഡ് നമ്പേഴ്സ് ലെസ് ദാൻ 10 എന്ന് പറയാണ്. അപ്പൊ ഞാനത് ഒരാളോടത്ത് പറയുമ്പോൾ സെറ്റ് ഓഫ് ഓൾ ഓഡ് നമ്പേഴ്സ് ലെസ് ദാൻ 10 എന്നായിരിക്കൂലേ പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇങ്ങനെ എഴുതും. ഒരു ക്വസ്റ്റ്യൻ ഞാൻ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ ഓഡ് നമ്പേഴ്സ് ലെസ് ദാൻ 10 എന്ന് എഴുതും. ഇതുപോലെ വേർഡ്സ് യൂസ് ചെയ്ത് എഴുതുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിസ്ക്രിപ്റ്റീവ് ഫോം എന്ന് പറയുന്നത്. വൺ വേ ടു സ്പെസിഫൈ എ സെറ്റ് ഈസ് ടു ഗിവ് എ വെർബൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഇറ്റ്സ് എലമെന്റ്സ്. അതായത് ആ സെറ്റിനകത്തുള്ള എലമെന്റ്സിന് നമ്മളൊരു വെർബൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കും അല്ലെ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിസ്ക്രിപ്റ്റീവ് ഫോം എന്ന് പറയും. ദിസ് ഈസ് നോൺ ആസ് ഡിസ്ക്രിപ്റ്റീവ് ഫോം ഓഫ് സ്പെസിഫിക്കേഷൻ. സപ്പോസ് സെറ്റ് ഓഫ് ഓൾ ഈവൻ നമ്പേഴ്സ് നമുക്ക് പറയാം അതുപോലെ. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ ഈവൻ നമ്പേഴ്സ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻഡിജേഴ്സ്. ഇതുപോലെ നമുക്ക് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്ന സെറ്റ് അത് വേർഡ്സിൽ എഴുതുന്നതിനെയാണ്, അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് എഴുതുന്നതിനെയാണ് ഡിസ്ക്രിപ്റ്റീവ് ഫോം എന്ന് പറയുന്നത്. അടുത്ത ഫോം എന്താണെന്ന് നോക്കാം. അടുത്ത ഫോമാണ് റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലർ ഫോം എന്ന് പറയും. റോസ്റ്റർ എന്നാണ് പൊതുവെ യൂസ് ചെയ്യുന്നത്. റോസ്റ്ററിന്റെ തന്നെ മറ്റൊരു പേരാണ് ടാബുലർ ഫോം എന്ന് പറയുന്നത്. അത് കുറച്ചും കൂടി ഈസിയാണ്. ടാബുലർ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെറ്റ് സിമ്പലിനകത്ത് കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്ന ഫോമാണ് ടാബുലർ ഫോം എന്ന് പറയുന്നത്. സെറ്റ് സിമ്പലിനകത്ത് എലമെന്റ്സിനെ കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്ന ഫോമാണ് എന്ത്? റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലർ ഫോം എന്ന് പറയും. ലിസ്റ്റിംഗ് ദ എലമെന്റ്സ് ഓഫ് എ സെറ്റ് ഇൻസൈഡ് എ പെയർ ഓഫ് ബ്രേസസ് ഈസ് കോൾഡ് ദ റോസ്റ്റർ ഫോം. ഓക്കെ, ഇതാണ് റോസ്റ്റർ ഫോം. ഇനി മൂന്നാമത്തെ ഒരു ഫോം ഉണ്ട്, അതിനെയാണ് സെറ്റ് ബിൽഡർ ഫോം അല്ലെങ്കിൽ റൂൾ ഫോം എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ടെക്സ്റ്റ് ബുക്സിലും കുറച്ച് ഹയർ ക്ലാസ്സിലോട്ടൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഡിഗ്രി ബുക്സിലോട്ടൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ സെറ്റ് ബിൽഡർ ഫോം അല്ലെങ്കിൽ റൂൾ ഫോം ആണ്. അപ്പൊ എന്താണ് സെറ്റ് ബിൽഡർ ഫോം? ഇപ്പോൾ ഞാൻ സപ്പോസ് പറയാണ് സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് എൻ. ഓക്കെ, ഇങ്ങനെ പറയാണ്. എന്ന് വെച്ചാൽ എന്താണ്? എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആണ്. ഓക്കെ, അപ്പൊ ഈ സെറ്റിനെ എനിക്ക് എങ്ങനെ എഴുതാം? സെറ്റിനെ എങ്ങനെ എഴുതാൻ പറ്റും? 1 2 3 4 അങ്ങനെ ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഉണ്ട്, നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെറ്റ് ബിൽഡർ ഫോം ഓർ റൂൾ ഫോം എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? ഇവിടെ നമ്മളൊരു നൊട്ടേഷൻ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഒന്നുകിൽ ഇങ്ങനെ പറയും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വര വരയ്ക്കും. അതിന്റെ അർത്ഥം എന്താണ്? സച്ച് ദാറ്റ് ആണ്. അതായത് എക്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ആ അകത്തുള്ള എലമെന്റ്സ് എന്താണെന്ന് നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഇവിടുത്തെ നോക്കിക്കഴിഞ്ഞാൽ സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് എൻ എന്നാണ് പറയുന്നതെങ്കിൽ ഈ സൈനിന്റെ പേരാണ് എലമെന്റ് ഓഫ്. ഇങ്ങനെ ഇടും. ഓക്കെ, എലമെന്റ് ഓഫ് ആണ് ഈ സൈൻ. എക്സ് എലമെന്റ് ഓഫ് എൻ എന്ന് പറയുകയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആണ്. അതായത് അത് ഏത് വേണോ ആവാം, 1 to ഇൻഫിനിറ്റി വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൽ ഏത് വേണോ ആവാം. എന്നാൽ ഞാൻ ഇവിടെ ഒന്നും കൂടി ആഡ് ചെയ്യാണ്, എക്സ് ലെസ് ദാൻ 10 എന്നും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സെറ്റ് എങ്ങനെ മാറും? സെറ്റ് 1 2 3 4 5 6 7 8 9. കണ്ടോ? അപ്പോൾ ആദ്യത്തെ 9 നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് ആയിട്ട് മാറും.
ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയും. സെറ്റ് ബിൽഡർ ഫോമിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ സച്ച് ദാറ്റ് യൂസ് ചെയ്തിട്ട് ആ എലമെന്റ് ഏത് സെറ്റിലാണെന്ന് നമ്മൾ എങ്ങനെയായിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ എലമെന്റിന്റെ പ്രത്യേകത എങ്ങനെയായിരിക്കും, ഒരു സച്ച് ദാറ്റ് വെച്ച് പറഞ്ഞിട്ടായിരിക്കും പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതുന്നതിനെയാണ് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആണ് ഈ കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഡിസ്ക്രിപ്റ്റീവ് ഫോം ഉണ്ട്, സെറ്റ് ബിൽഡർ ഫോം ഉണ്ട്, അതുപോലെ റോസ്റ്റർ ഫോമും ഉണ്ട്. അപ്പൊ ഡിസ്ക്രിപ്റ്റീവ് ഫോം നോക്കൂ, ദ സെറ്റ് ഓഫ് ഓൾ വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അപ്പൊ ഞാൻ ഒരാളുടെ അടുത്ത് മാത്സ് അറിഞ്ഞൂടാത്ത ഒരാളാണെങ്കിൽ എനിക്ക് എന്ത് പറയാം, ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വവൽസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അതിന്റെ ലിസ്റ്റ് ചോദിക്കാം. അപ്പൊ അവരെന്ത് പറയും? എ ഇ ഐ ഒ യു എന്നല്ലേ പറയൂ. അതുപോലെ കുറച്ചും കൂടി ഡീപ്പായിട്ട് അറിയാവുന്ന ഒരാളടുത്ത് എനിക്ക് പോയി എന്ത് പറയാം? സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ വവൽ ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. എക്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ഒരു വവൽ ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് റോസ്റ്റർ ഫോമിൽ എങ്ങനെ അത് റെപ്രസെന്റ് ചെയ്യാം? റോസ്റ്റർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി രണ്ട് സെറ്റ് സിമ്പൽ ഇടുക, ഏതൊക്കെ വവൽസ് ഉണ്ടോ അതിനെ കോമ യൂസ് ചെയ്ത് എഴുതുക. ഓക്കെ, അപ്പോൾ അടുത്ത നോക്കൂ, ദ സെറ്റ് ഓഫ് ഓൾ ഓഡ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 11. 11നേക്കാളും കുറഞ്ഞതോ അല്ലെങ്കിൽ 11 ഈക്വലോ ആയിട്ടുള്ള, ഇവിടെ സൈൻ നോക്കണം കേട്ടോ, ഈക്വൽ ടു എന്ന് പറയുന്നുണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നുണ്ട്. 11നേക്കാളും കുറഞ്ഞതും 11 ഈക്വലും ആയിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏത് നമ്പേഴ്സ്? ഓഡ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. അപ്പൊ അതേ കാര്യം തന്നെയാണ് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതിയേക്കുന്നത്. നോക്കൂ, എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഓഡ് നമ്പർ ആൻഡ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 11. എന്തുകൊണ്ട് ഇവിടെ 0 ഇട്ടു? പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്, ഓഡ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പൊ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് 0 കഴിഞ്ഞിട്ടുള്ളതല്ലേ, അപ്പൊ 0. എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഓഡ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 11, അതായത് 11നേക്കാളും, ഒന്നുകിൽ 11 ഈക്വലും 11നേക്കാളും ലെസ്സും ആയിട്ടുള്ള ഓഡ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സിന്റെ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ എങ്ങനെ നമുക്കത് റോസ്റ്റർ ഫോമിൽ എഴുതാം? സെറ്റ് 1 3 5 7 9 11. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ 3 ഫോംസും, ഡിസ്ക്രിപ്റ്റീവും സെറ്റ് ബിൽഡറും റോസ്റ്റർ ഫോമും. വളരെ സിമ്പിൾ ആണ്, പെട്ടെന്ന് എല്ലാവർക്കും ഇത് മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്ത് നമ്മൾ ഓരോ ടൈപ്സ് സെറ്റ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് നോക്കാം. ആദ്യത്തേതാണ് നൾ സെറ്റ്. നൾ സെറ്റ് എന്ന് വെച്ചാൽ എന്താണ്? എം ടി ആയിട്ടുള്ള സെറ്റിനെയാണ് നൾ സെറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്തെന്നും പറയാം? വോയിഡ് സെറ്റ് എന്നും പറയാം. അതായത് ആ സെറ്റിനകത്ത് ഒന്നും കാണൂല. എ നൾ സെറ്റ് ഈസ് എ സെറ്റ് ദാറ്റ് കണ്ടെയ്ൻസ് നോ എലമെന്റ്സ് ഓർ വാല്യൂസ്. ആ സെറ്റിൽ ഒരു എലമെന്റ്സും കാണില്ല, വാല്യൂസും കാണില്ല. അങ്ങനെയുള്ള സെറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? നൾ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നൾ സെറ്റിന് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, 5 വയസ്സിൽ താഴെയുള്ള സീനിയർ സിറ്റിസൺസിന്റെ സെറ്റ് എഴുതാൻ പറയാണ്. അപ്പൊ സീനിയർ സിറ്റിസൺസ് ആരെങ്കിലും 5 വയസ്സിൽ താഴെ ഉള്ളവരുണ്ടോ? ഇല്ല. അപ്പൊ അത് നൾ സെറ്റ് ആണ്. കാര്യം അങ്ങനെ ഒരു സെറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സെറ്റ് എന്താണ്? എം ടി ആണ്. അപ്പൊ എം ടി സെറ്റിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? സെറ്റ് സിമ്പൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, അതിന്റെ അകത്ത് വാല്യൂസ് കാണില്ല. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. ഇതിനെയാണ് ഫൈ എന്ന് പറയും. എന്താണ്? ഫൈ എന്ന് പറയും. ഈ ഫൈ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? നൾ സെറ്റ് ആണ്, അല്ലെങ്കിൽ എം ടി സെറ്റ് ആണെന്നാണ് അർത്ഥം. സോ ദ നൾ സെറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ഗ്രീക്ക് ലെറ്റർ ഫൈ ഓർ ദ നൊട്ടേഷൻ എം ടി ആയിട്ടുള്ള ഒരു സെറ്റ് സിമ്പൽ. അപ്പൊ നൾ സെറ്റിന്റെ തന്നെ വേറെ പേര് എന്തൊക്കെയാണ്? വോയിഡ് സെറ്റ് എന്നും പറയാം, എം ടി സെറ്റ് എന്നും പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തതിലോട്ട് പോവാം. അടുത്തതാണ് ഫൈനൈറ്റ് അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് സെറ്റ്. അപ്പോൾ ഫൈനൈറ്റും ഇൻഫൈനൈറ്റും നമുക്ക് ആ വേർഡ്സിൽ തന്നെ ഉണ്ട്. ഫൈനൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? സെറ്റ്സ് വിത്ത് നോ എലമെന്റ്സ് ഓർ എ ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആർ കോൾഡ് ഫൈനൈറ്റ് സെറ്റ്. ഒരു ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉള്ളതോ അല്ലെങ്കിൽ എം ടി ആയിട്ടുള്ള സെറ്റോ ആണെങ്കിൽ അതിനെ നമുക്ക് ഏതാക്കാം? ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയാം. അതേസമയം എന്താണ് ഇൻഫൈനൈറ്റ് സെറ്റ്? കൗണ്ടബിൾ അല്ലാത്ത സെറ്റ്സ് ആണ്. അതായത് അൺലിമിറ്റഡ് നമ്പേഴ്സ് ഉള്ള സെറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ വേർഡിന്റെ അതേ മീനിങ് തന്നെയാണ് ഇതിലും വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ, ഈക്വൽ സെറ്റ്. എപ്പോഴാണ് രണ്ട് സെറ്റ്സ് ഈക്വൽ ആണെന്ന് പറയുന്നത് നോക്കാം. സപ്പോസ് ഞാനൊരു സെറ്റ് എടുത്തു, എ എന്നാണ് ആ സെറ്റിന്റെ പേര്. സോ സെറ്റ് എ ഈസ് ഈക്വൽ ടു എ ബി സി ഡി. ബി എന്നുള്ള വേറൊരു സെറ്റ് എടുത്തു, അതെന്താണ്? എ സി ഡി ബി. ഇനി സി എന്നും പറഞ്ഞ് വേറൊരു സെറ്റ് എടുത്തു, അതിനെ എങ്ങനെ എഴുതാം? എ സി ഡി ബി ഇ എഫ്. ഓക്കെ, അപ്പൊ
ഞാൻ ഈ 3 സെറ്റ് കൺസിഡർ ചെയ്തു. ഈ 3 സെറ്റിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എയും ബിയും എന്താണെന്ന് പറയാം? ഈക്വൽ സെറ്റ് ആണെന്ന് പറയാം. എന്തുകൊണ്ട്? നോക്കിക്കേ, എക്കകത്തുള്ള എലമെന്റ്സ് ആരൊക്കെയാണ്? എ, ബി, സി, ഡി ആണ് അല്ലെ? അതേ എലമെന്റ്സ് തന്നെ എന്താണ് ബിയിലും ഉണ്ട്. ഏതൊക്കെ ഉണ്ട്? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. സെറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സെറ്റ് സിമ്പിളിനകത്ത് എഴുതുമ്പോൾ നമുക്ക് ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, അപ്പം നമുക്ക് ഏത് ഓർഡറിൽ വേണോ എഴുതാം. അപ്പൊ ഓർഡറിന് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? സെറ്റ് എ ഏതിന് ഈക്വൽ ആണെന്ന് പറയാം? സെറ്റ് ബിക്ക് ഈക്വൽ ആണെന്ന് പറയാം. അപ്പോൾ 2 സെറ്റ്സ് ഈക്വൽ ആണെന്ന് എങ്ങനെയായിരിക്കും പറയുന്നത്? ഒന്ന്, എക്കകത്തുള്ള എല്ലാ എലമെന്റ്സും ബിക്കകത്തും വേണം. 2, എത്ര എലമെന്റ്സ് ഉണ്ടോ, ഇപ്പൊ എയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 1, 2, 3, 4, 4 എലമെന്റ്സ് ഉണ്ട്. ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 1, 2, 3, 4. കണ്ടോ? നമ്പർ ഓഫ് എലമെന്റ്സും സെയിം ആയിരിക്കണം. സെറ്റിനകത്തുള്ള മെമ്പേഴ്സും സെയിം ആയിരിക്കണം. നമ്പർ ഓഫ് എലമെന്റ്സും സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 2 സെറ്റ്സ് ഈക്വൽ ആണെന്ന് പറയാം. അതേസമയം സി നോക്കൂ, എക്കകത്തും ബിക്കകത്തും ഉള്ള നമ്പേഴ്സ് എല്ലാം ഏതിലും ഉണ്ട്? സിയിലും ഉണ്ട് അല്ലേ? പക്ഷെ എന്താണ്? എക്സ്ട്രാ 2 കൂടി ഉണ്ട്. അവിടെ ഇയും എഫും എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പൊ സി ഇതിൽ ഏതെങ്കിലും സെറ്റിന് ഈക്വൽ ആയിരിക്കോ? അല്ല. സോ എന്താണ് ഈക്വൽ സെറ്റ്സ് എന്ന് പറയുന്നത്? 2 സെറ്റ്സ് ആർ ഈക്വൽ ഇഫ് ദേ ഹാവ് ദ സെയിം എലമെന്റ്സ് ആൻഡ് ദ സെയിം കാർഡിനാലിറ്റി. എന്താണ് കാർഡിനാലിറ്റി? കാർഡിനാലിറ്റി എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് എലമെന്റ്സിനെയാണ് കാർഡിനാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ എ എന്നുള്ള സെറ്റ് എടുത്തു കഴിഞ്ഞാൽ കാർഡിനാലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? കാർഡിനാലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, എത്ര എലമെന്റ്സ് ഉണ്ട്? 1, 2, 3, 4. അപ്പൊ കാർഡിനാലിറ്റി എന്ന് കേൾക്കുമ്പോഴൊക്കെ നിങ്ങൾ ആലോചിച്ചോളണം, കാർഡിനാലിറ്റി എന്ന് പറയുന്നത് ആ സെറ്റിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട് ആ നമ്പറിനെയാണ് നമ്മൾ കാർഡിനാലിറ്റി എന്ന് പറയുന്നത്. സോ ദ ഓർഡർ ഓഫ് ദ എലമെന്റ്സ് ഇൻ ഈക്വൽ സെറ്റ്സ് ഡസ് നോട്ട് മാറ്റർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 സെറ്റ്സ് ഈക്വൽ ആവണമെങ്കിൽ അതിന്റെ ഓർഡർ എന്ത് ചെയ്യുന്നില്ല? ഓർഡർ സെയിം ആയിരിക്കണം എന്ന് ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ എഴുതാം. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ. അടുത്തതാണ് സിംഗിൾട്ടൺ സെറ്റ്. എന്താണ് സിംഗിൾട്ടൺ സെറ്റ്? എക്സാക്ട്ലി 1 എലമെന്റ് ഉള്ള സെറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയുന്നത്. നോക്കാം, ഏതാണ്? സെറ്റ് 3. ഇതൊരു സിംഗിൾട്ടൺ സെറ്റ് ആണ്. കാര്യം ഒരു എലമെന്റേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ളതിനെയാണ് ഇപ്പം സെറ്റ് ആപ്പിൾ എന്നുള്ളൊരു സെറ്റ്. അത് ഒരു എലമെന്റേ ഉള്ളൂ. ഇതുപോലെ ഒറ്റ എലമെന്റ് ഉള്ള സെറ്റ്സിനെയാണ് നമ്മൾ സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയുന്നത്. ഞാൻ ഈ വേർഡ്സ് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ചിലപ്പോൾ നമുക്ക് ചോദിക്കാം, സെറ്റ് വിത്ത് എക്സാക്ട്ലി 1 എലമെന്റ് ഈസ് കോൾഡ് ഡാഷ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അതിന് വേറെ ഓപ്ഷൻസ് തരാം. അപ്പൊ നിങ്ങൾ ഈ സിംഗിൾട്ടൺ സെറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ആൻസർ ചെയ്യാൻ പറ്റൂ. പക്ഷെ അതൊരു സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ ചെയ്യാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽസ് പഠിച്ചിരിക്കണം അല്ലേ? ഇനി അടുത്തതിലോട്ട് പോവാം. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് സബ്സെറ്റ്സ്. എന്താണ് സബ്സെറ്റ്? അപ്പൊ ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞിട്ട് സബ്സെറ്റ് എന്താണെന്ന് പറയാം. ഇപ്പൊ നോക്കൂ, നമുക്ക് 2 സെറ്റ് ഉണ്ട്. സെറ്റ് എയും ഉണ്ട്, സെറ്റ് ബിയും ഉണ്ട്. അപ്പൊ ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? ഞാൻ ഇങ്ങോട്ട് എഴുതാം. ബി ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4. ഇതാണല്ലോ നമ്മൾ ബി സെറ്റ്. അടുത്ത എ നോക്കൂ. എ ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എയിലെ എല്ലാ എലമെന്റ്സും എവിടെയുണ്ട്? ബിയിലുണ്ട് അല്ലേ? എയിലുള്ള എല്ലാ എലമെന്റ്സും ബിയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ എന്ന് പറയുന്നത് ബിയുടെ ഒരു സബ്സെറ്റ് ആണ്. ഇതാണ് സബ്സെറ്റിന്റെ സിമ്പിൾ. അപ്പൊ എ എന്താണെന്ന് പറയാം? സബ്സെറ്റ് ഓഫ് ബി ആണെന്ന് പറയാം. അടുത്ത സി എന്ന് പറഞ്ഞ് ഞാൻ പുതിയൊരു സെറ്റ് എഴുതുകയാണ്. 3, 4. അപ്പൊ നോക്ക്, 3ഉം 4ഉം എവിടെയുണ്ട്? ബി എന്നുള്ള സെറ്റിലുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സി ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി. സി ആരുടെ സബ്സെറ്റ് ആണ്? ബിയുടെ സബ്സെറ്റ് ആണെന്ന് പറയാം. Okay, so a set A is said to be a subset of set B if every element of A is also an element of B. Every element of A, Aയിലെ എല്ലാ എലമെന്റും ബിയിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? A subset of B എന്ന് പറയാൻ പറ്റും. അതെങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഇതുപോലെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇതാണ് സബ്സെറ്റിന്റെ സിമ്പിൾ. ക്ലിയർ? അപ്പൊ ഇത്രയാണ് സബ്സെറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഈ സബ്സെറ്റിൽ തന്നെ വേറെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ബി എന്നുള്ള ഒരു സെറ്റ് ഞാൻ എടുത്തു, എ അതിന്റെ സബ്സെറ്റ് ആണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ സിയും അതിന്റെ സബ്സെറ്റ് ആണെന്ന് പറഞ്ഞു. ഞാൻ ഇനി ഡി എഴുതുകയാണ്. ഡി ഈസ് ഈക്വൽ ടു 1.
അപ്പോൾ ഡിയും ആരുടെ സബ്സെറ്റ് തന്നെയാണ്? ബിയുടെ സബ്സെറ്റ് തന്നെയാണ്. അതായത് നമ്മൾ എഴുതുന്ന ഈ സെറ്റുകളെല്ലാം അതിലെ മെമ്പേഴ്സ് എല്ലാം ബിക്കകത്തുള്ളത് കൊണ്ട് ഇതെല്ലാം എന്താണ്? ബിയുടെ സബ്സെറ്റ് ആവുകയാണ്. ഇത് മാത്രമല്ലാതെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഏതൊരു സെറ്റ് ആയാലും ഇപ്പൊ നമുക്ക് എ എന്നുള്ളൊരു സെറ്റ് പറയാം. ഈ എ എന്നുള്ള ഒരു സെറ്റ് ഏത് സെറ്റോ ആയിക്കോട്ടെ, ആ സെറ്റ് തന്നെ അതിന്റെ സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, അതായത് എ തന്നെ അതിന്റെ സബ്സെറ്റ് ആയിരിക്കും. അതുപോലെ എം ടി സെറ്റും സബ്സെറ്റ് ആയിരിക്കും. അപ്പൊ ഇനി എം ടി സെറ്റ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ഞാൻ 5 ആയിരിക്കും ഇടുന്നത്. അപ്പൊ നമുക്ക് എ എന്നുള്ളൊരു സെറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ തന്നെ സബ്സെറ്റ് ആണ് എ. അതുപോലെ ആ എം ടി സെറ്റ് എന്ന് പറയുന്നതും ആരുടെ സബ്സെറ്റ് ആയിരിക്കും? എയുടെ സബ്സെറ്റ് ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ സബ്സെറ്റ്സിനകത്ത് മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, അടുത്ത് നോക്കൂ. സെറ്റ്സിലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് പവർ സെറ്റ്. അപ്പൊ എന്താണ് പവർ സെറ്റ് എന്ന് നോക്കാം. ദ കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എ ഈസ് കോൾഡ് പവർ സെറ്റ് ഓഫ് എ. ഇപ്പൊ നമുക്കൊരു സെറ്റ് ഉണ്ട്, അതിലെ എല്ലാ സബ്സെറ്റ്സിന്റെയും കളക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പവർ സെറ്റ് എന്ന് പറയുന്നത്. പൊതുവെ നമ്മൾ പവർ സെറ്റിനെ എങ്ങനെയായിരിക്കും ഡിനോട്ട് ചെയ്യുക? പി ഓഫ് എ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പവർ സെറ്റിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? പി ഓഫ് എ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഫോർ എനി സെറ്റ് എ, ഫൈ ആൻഡ് എ ഇറ്റ്സെൽഫ് വിൽ ബി ഇറ്റ്സ് സബ്സെറ്റ്. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ എ എന്നുള്ളൊരു സെറ്റ് ഉണ്ടെങ്കിൽ എം ടി സെറ്റും ആ സെയിം സെറ്റും ഏതിന്റെ സബ്സെറ്റ് ആയിരിക്കും? ആ എ എന്നുള്ള സെറ്റിന്റെ സബ്സെറ്റ് ആയിരിക്കും. അപ്പൊ ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവാനായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നോക്കൂ, എ എന്നുള്ള ഒരു സെറ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ സബ്സെറ്റ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നോക്കൂ, ഇപ്പൊ എ എന്നുള്ള ഒരു സെറ്റ് ഉണ്ട്. എ എന്താണ്? സെറ്റ് ഓഫ് 1, 2, 3. അപ്പൊ ഞാൻ ആദ്യം ഇതിന്റെ സബ്സെറ്റ് എഴുതുകയാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ സബ്സെറ്റ് എങ്ങനെ എഴുതാം? എയുടെ സബ്സെറ്റ് ഏതൊക്കെ എഴുതാൻ പറ്റും? എ ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3. ഓക്കെ, ഇതാണ് എ എന്നുള്ള സെറ്റ്. അപ്പൊ ഇതിന്റെ ആദ്യത്തെ സബ്സെറ്റ് ആര് തന്നെയായിരിക്കും? എ ഇറ്റ്സെൽഫ് ആയിരിക്കും അല്ലെ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ആദ്യത്തെ സബ്സെറ്റ് 1, 2, 3 ആണെന്ന് എഴുതാം. ഓക്കെ, രണ്ടാമത്തെ സബ്സെറ്റ് ആരായിരിക്കും? ഉറപ്പായിട്ടും എം ടി സെറ്റ് ആയിരിക്കും. എം ടി സെറ്റ് ആരാണ്? 5 ആണ് രണ്ടാമത്തെ സബ്സെറ്റ്. മൂന്നാമത്തെ സബ്സെറ്റ് ആരായിരിക്കും? ഈ ഓരോ എലമെന്റ്സും നമുക്ക് സിംഗിൾ ടേൺ സെറ്റ് ഉണ്ടാക്കി കൂടെ? അപ്പൊ എങ്ങനെ എഴുതാം? സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് പെയർ ചെയ്ത് പുതിയ സെറ്റ് ഉണ്ടാക്കാലോ. അപ്പൊ എങ്ങനെ എഴുതാം? 1, 2, അതുപോലെ 1, 3, അതുപോലെ 2, 3. ഇനി ഇതിനകത്തുനിന്ന് ഏതെങ്കിലും സബ്സെറ്റ് എഴുതാൻ പറ്റുമോ എന്ന് നോക്കിയേ. എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇത്രയാണ് എനിക്ക് എയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സബ്സെറ്റ്. അപ്പൊ പവർ സെറ്റ് എന്ന് പറയുമ്പോൾ എന്തുവാണ്? ഈ സബ്സെറ്റുകളെല്ലാം ഞാൻ വേറൊരു സെറ്റ് സിമ്പിളിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പവർ സെറ്റ് എന്ന് പറയുന്നത്. അതായത് സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ് ഈസ് കോൾഡ് പവർ സെറ്റ്. ഓക്കെ, അപ്പൊ എന്താണ് പവർ സെറ്റ് എന്ന് പറയുന്നത്? സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ്. അപ്പൊ ഇത്രയും സബ്സെറ്റിന്റെ സെറ്റിനെയാണ് പവർ സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ഈ പവർ സെറ്റിനകത്ത് എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് എങ്ങനെ അറിയാം? അത് ഭയങ്കര സിമ്പിൾ ആണ്. നമുക്കിപ്പോൾ ഒരു സെറ്റ് ഉണ്ട്. അതായത് ഇപ്പം ബി എന്നുള്ളൊരു സെറ്റ് നമുക്കുണ്ട്. ബി ഈസ് ഈക്വൽ ടു ഒരു 1, 2 ആണെന്ന് വിചാരിക്കും. അപ്പൊ ഈ ബി എന്നുള്ള സെറ്റിന്റെ പവർ സെറ്റ് എഴുതുകയാണെങ്കിൽ അതിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്യണം? 2 raised to ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ടോ ആ എലമെന്റ്സ് എഴുതുക. അപ്പോൾ ഇവിടെ 2 raised to 2, അതായത് 2 സ്ക്വയർ. അപ്പൊ എത്ര കിട്ടും? 4 എന്ന് കിട്ടും. അതായത് ബിയുടെ പവർ സെറ്റിനകത്ത് എത്ര എലമെന്റ്സ് കാണും? 4 എലമെന്റ്സ് കാണും. ഓക്കെ, അപ്പൊ നമുക്ക് ട്രൂ ആണോ നോക്കാം. എയുടെ നോക്കൂ, എക്കകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടായിരുന്നു? 1, 2, 3. 3 എലമെന്റ്സ് ഉണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഈ 3 എലമെന്റ്സ് വരുമ്പോൾ ഞാൻ പറഞ്ഞു പവർ സെറ്റിൽ എത്ര എലമെന്റ്സ് കാണുമെന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? 2 raised to 3 ചെയ്താൽ മതി. അപ്പൊ 2 ക്യൂബ് എത്രയാണ്? 2 ക്യൂബ് എത്രയാണ്? ഇപ്പൊ നിങ്ങൾക്ക് 2 ക്യൂബ് പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? 2 × 2 × 2. ഇപ്പൊ 2 × 2 4 ആണ്. 4 × 2 എത്രയാണ്? 8 ആണ്. നമുക്ക് നോക്കാം പവർ സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട്. ഇത് ഒരു സെറ്റ് അല്ലേ? 1, ഇത് 2, 3, 4, 5, 6, 7, 8. കണ്ടില്ലേ പവർ സെറ്റിൽ? അപ്പൊ എത്ര എലമെന്റ്സ് ഉണ്ട്? 8 എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ നോക്കാം.
Here, the number of elements in A is 3 and the number of elements in P of A is 8. അപ്പം ഇവിടെ എന്താണ് എയിൽ എത്ര എലമെന്റ്സ് ഉണ്ടായിരുന്നു? 3 എലമെന്റ്സ് ഉണ്ടായിരുന്നു. അതുപോലെ P of Aയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 8 എലമെന്റ്സ് ഉണ്ട്. അതായത് നമുക്ക് എന്ത് ജനറലി പറയാം? ഇൻ ജനറൽ ഇഫ് A is a set with m elements, Aക്കകത്ത് ഒരു m എലമെന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ നമ്മളെ പവർ സെറ്റിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് എങ്ങനെ എഴുതാൻ പറ്റും? 2 m എലമെന്റ്സ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് എയിൽ നിന്ന് എത്ര സബ്സെറ്റ് ഉണ്ടാക്കാൻ പറ്റും? 2 m സബ്സെറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതും ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കിപ്പോൾ ഒരു എലമെന്റ് ഉണ്ട്, അപ്പം ബി എന്നും പറഞ്ഞിട്ടൊരു സെറ്റ് ഉണ്ട്. ആ സെറ്റിൽ നിന്ന് നമുക്ക് എത്ര സബ്സെറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താണ്? 2 m ആണ്. ഇപ്പൊ ബിക്ക് ഒരു എക്സ് എലമെന്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര സബ്സെറ്റ് ഉണ്ടാക്കാം? 2 x. ഇപ്പോൾ സി എന്നുള്ളൊരു സെറ്റ് ഉണ്ട്, അതിനകത്ത് ഒരു 5 എലമെന്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര സബ്സെറ്റ് ഉണ്ടാക്കാം? 2 അതുപോലെ m എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 2 m സബ്സെറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. ആ സബ്സെറ്റ്സിന്റെ നമ്പർ ആയിരിക്കും പവർ സെറ്റിലെ എലമെന്റ്സിന്റെ നമ്പർ. അതായത് n ഓഫ് പി ഓഫ് എ എപ്പോഴും എന്തായിരിക്കും? 2 m ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ 2 m ആയിരിക്കും, അല്ലെങ്കിൽ 2 n ആയിരിക്കും. അത് നോക്കണ്ട, ഇത്ര ആലോചിച്ചാൽ മതി. നമുക്ക് എത്ര എലമെന്റ്സ് ഒരു സെറ്റിലുണ്ടോ 2 അത്രയും സബ്സെറ്റ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആ സബ്സെറ്റ്സിന്റെ നമ്പർ തന്നെ ആയിരിക്കും പവർ സെറ്റിന്റെ എലമെന്റ്സിന്റെയും നമ്പർ. അപ്പൊ n ഓഫ് പി ഓഫ് എ എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? n ഓഫ് പി ഓഫ് എ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പവർ സെറ്റ്. പി ഓഫ് എ എന്ന് വെച്ചാൽ പവർ സെറ്റ് ഓഫ് സെറ്റ് എ. അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പവർ സെറ്റ് ഓഫ് എ എത്രയാണ്? 2 m ആണ്. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അപ്പൊ ഇത് എത്രയാണ്? 2 m ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് സെറ്റിനകത്ത് നമ്മൾ ബേസിക് ആയിട്ട് റിലേഷൻസ് ഫംഗ്ഷൻസ് പഠിക്കാൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അല്ലേ. ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇന്റർവെൽസിനെ കുറിച്ച് നോക്കാം. അപ്പൊ ഇന്റർവെൽസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് 2 ഇന്റർവെൽസ് ആണുള്ളത്. ഒന്ന് ഓപ്പൺ ഇന്റർവെൽ, മറ്റേത് ക്ലോസ്ഡ് ഇന്റർവെൽ. അപ്പൊ എന്താണ് ഓപ്പൺ ഇന്റർവെൽ, എന്താണ് ക്ലോസ്ഡ് ഇന്റർവെൽ എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങോട്ട് പോകുമ്പോൾ റിലേഷൻസും ഫംഗ്ഷൻസിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ ഈ ക്ലോസ്ഡ് ഇന്റർവെലും ഓപ്പൺ ഇന്റർവെലും ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്കുള്ള കൺഫ്യൂഷൻ ഒഴിവാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എന്താണ് ഓപ്പൺ ഇന്റർവെൽ എന്ന് നോക്കാം. ഓപ്പൺ ഇന്റർവെൽ എന്ന് പറയുമ്പോൾ ലെറ്റ് എ ബി എലമെന്റ് ഓഫ് ആർ. ഈ ആറിന്റെ അർത്ഥം എന്താണ്? ഈ ആറ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞു, ഇനി 6 n ഒക്കെ വരുമ്പോൾ നമ്മൾ അത് ഏത് സെറ്റ് ആണോ അതാണെന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പൊ ഇതെന്താണ്? സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. എയും ബിയും റിയൽ നമ്പേഴ്സിന്റെ എലമെന്റ്സ് ആണെങ്കിൽ എ ലെസ് ദാൻ ബി ആയിരിക്കണം. എ ബിയേക്കാളും ചെറുതും കൂടിയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഓപ്പൺ ഇന്റർവെൽ ഡിഫൈൻ ചെയ്യാം? ഓപ്പൺ ഇന്റർവെൽ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഓപ്പൺ ഇന്റർവെൽ എ ബി ഈസ് ഈക്വൽ ടു സെറ്റ് എക്സ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. ഓക്കെ, അതായത് ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ 3 എന്നും 10 എന്നുള്ള 2 നമ്പേഴ്സ് എടുത്തു. ഓക്കെ, അപ്പോൾ 3 ഒരു റിയൽ നമ്പർ ആണ്, 10 ഒരു റിയൽ നമ്പർ ആണ്. എനിക്കൊരു ഓപ്പൺ ഇന്റർവെൽ ഡിഫൈൻ ചെയ്യണമെങ്കിൽ എങ്ങനെ എഴുതിയാൽ മതി? ഇതാണ് ഓപ്പൺ ഇന്റർവെൽ 3, 10. ഓക്കെ, ഓപ്പൺ ഇന്റർവെൽ 3, 10. ഇനി എന്താണ് ഇതിന്റെ പ്രത്യേകത? ഒന്ന്, ഇത് ഏതിലുള്ള നമ്പേഴ്സ് ആയിരിക്കണം? റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. 2, എ എന്നുള്ളത്, അതായത് ആദ്യത്തെ നമ്പർ രണ്ടാമത്തതിനേക്കാളും ചെറുതായിരിക്കണം. 10നേക്കാളും ചെറുതല്ലേ 3 ആണല്ലോ. ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നമ്മൾ ഈ ഓപ്പൺ ഇന്റർവെൽ 3, 10നകത്തുള്ള എലമെന്റ്സ് എഴുതുമ്പോൾ ഇപ്പൊ എനിക്ക് 3, 10നകത്തുള്ള പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പേഴ്സ് ആണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? 4, 5, 6, 7, 8, 9. പക്ഷെ ഏത് എഴുതാൻ പറ്റില്ല? 3ഉം 10ഉം എഴുതാൻ പറ്റില്ല. അതായത് ഓപ്പൺ ഇന്റർവെൽ ആണെങ്കിൽ ആദ്യത്തെ നമ്പറും അവസാനത്തെ നമ്പറും എക്സ്ക്ലൂഡ് ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്കുള്ള നമ്പേഴ്സ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതാണ് ഓപ്പൺ ഇന്റർവെല്ലിന്റെ മീനിങ്. ഓക്കെ, ഇറ്റ് ലിറ്ററലി ഇൻഡിക്കേറ്റ്സ് all real numbers between a and b excluding them. എയും ബിയും ഒഴിച്ച് അതിൻ്റെ ഇടയ്ക്കുള്ള റിയൽ നമ്പേഴ്സ്. ഞാനിപ്പോൾ ഇവിടെ പോസിറ്റീവ് നമ്പേഴ്സ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്രയും നമ്പേഴ്സിൽ മാത്രം എടുത്തത്. 3യുടെയും 10നും ഇടയ്ക്കുള്ള റിയൽ നമ്പേഴ്സ് എഴുതുമ്പോൾ നമുക്ക് കുറേ നമ്പേഴ്സ് വരുമല്ലോ. അപ്പോൾ ഇത്രയും ആലോചിച്ചാൽ മതി. ഓപ്പൺ ഇന്റർവെൽ എന്ന് പറയുമ്പോൾ ആ 2 നമ്പേഴ്സ് എക്സ്ക്ലൂഡ് ചെയ്തിട്ട്, ആ എൻഡിലുള്ള 2 നമ്പേഴ്സ് എക്സ്ക്ലൂഡ് ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്കുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ ഓപ്പൺ ഇന്റർവെൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമുക്ക് എന്താണ് ക്ലോസ്ഡ് ഇന്റർവെൽ എന്ന് നോക്കാം. അപ്പോൾ ക്ലോസ്ഡ് ഇന്റർവെൽ നോക്കൂ. ക്ലോസ്ഡ് ഇന്റർവെൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓപ്പൺ ഇന്റർവെൽ പറഞ്ഞതുപോലെ തന്നെയാണ്
പക്ഷേ ഇവിടെ എന്ത് ചെയ്യും? ഒന്നാമത്തെ മാറ്റം ഓപ്പൺ ഇന്റർവെല്ലിൽ നമ്മൾ ഇങ്ങനത്തെ ഓപ്പൺ ബ്രാക്കറ്റ്സ് വെച്ചാണ് ഇൻഡിക്കേറ്റ് ചെയ്തതെങ്കിൽ ക്ലോസ്ഡ് ഇന്റർവെല്ലിനെ നമ്മൾ ക്ലോസ്ഡ് ബ്രാക്കറ്റ്സ് വെച്ചായിരിക്കും, അതായത് ഈ ബ്രാക്കറ്റ് വെച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് ഞാൻ നേരത്തെ എക്സാമ്പിളായ 3ഉം 10ഉം എഴുതി കഴിഞ്ഞാൽ ഈ 3ക്കും 10നും ഇടയ്ക്കുള്ള പോസിറ്റീവ് നമ്പേഴ്സ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏതൊക്കെ എഴുതാൻ പറ്റും? ക്ലോസ്ഡ് ഇന്റർവെൽ ആണ് കിടക്കുന്നതെങ്കിൽ എനിക്ക് 3 എഴുതാം, 4 എഴുതാം, 5, 6, 7, 8, 9, 10 ഇത്രയും നമ്പേഴ്സ് എഴുതാൻ പറ്റും, ഇൻക്ലൂഡിങ് 3 and 10. അതാണ് ക്ലോസ്ഡ് ഇന്റർവെല്ലിന്റെ പ്രത്യേകത. അതായത് നമുക്ക് ആ n പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പൊ ഇനി നമുക്ക് നോക്കാം. ലെറ്റ് എ ബി എലമെന്റ് ഓഫ് ക്യാപിറ്റൽ ആർ ആൻഡ് എ ലെസ് ദാൻ ബി, ദെൻ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി. ഇതിനെ എന്തെന്നാണ് വായിക്കുന്നത്? ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി എന്നാണ്. ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി ഈസ് ഈക്വൽ ടു set x such that a less than or equal to x less than or equal to b. എയും ബിയും ഇവിടെ ഈക്വൽ ടു സൈൻ കിടക്കുന്ന കണ്ടില്ലേ? അപ്പൊ എന്ത് പറയാം? എയും ബിയും ഇൻക്ലൂഡ് ചെയ്ത് വരും എന്ന് പറയാം. ഇറ്റ് ലിറ്ററലി മീൻസ് ഓൾ റിയൽ നമ്പേഴ്സ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഇൻക്ലൂഡിങ് ദം. എയും ബിയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ബാക്കി അതിന്റെ ഇടയ്ക്കുള്ള നമ്പേഴ്സ് ഉൾപ്പെടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലോസ്ഡ് ഇന്റർവെല്ലിനകത്ത് എഴുതാൻ പറ്റും. അപ്പോൾ ഓപ്പൺ ഇന്റർവെല്ലും ക്ലോസ്ഡ് ഇന്റർവെല്ലും എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത് നമ്മൾ പോകുന്നതാണ് ഓർഡേർഡ് പെയർ. ഓർഡേർഡ് പെയർ എന്താണ്? An ordered pair consists of two objects or elements in a given fixed order. ഈ ഓർഡേർഡ് പെയർ നമ്മൾ എപ്പോഴും ഇപ്പം ഓർഡേർഡ് പെയർ എ ബി നിങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് വരാം, ഓപ്പൺ ഇന്റർവെൽ ഇതുപോലെയല്ലേ എഴുതിയതെന്ന് ചോദിക്കാം. ഓപ്പൺ ഇന്റർവെൽ വരുന്ന സമയത്ത് അത് ഓപ്പൺ ഇന്റർവെൽ എന്ന് കൊടുത്തേക്കും. അപ്പോൾ അല്ലാതെ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കണം? ഓർഡേർഡ് പെയർ ആണ്. ഓക്കെ, അപ്പം ഓർഡേർഡ് പെയർ എ ബി എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് ടു ഒബ്ജക്ട്സ് ഓർ എലമെന്റ്സ്. 2 എലമെന്റ്സ് കാണും ഇൻ എ ഗിവൺ ഫിക്സഡ് ഓർഡർ. ഓർഡർ ഫിക്സ് ചെയ്തേക്കും. അതായത് ഇവിടെ ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇപ്പം ഞാൻ ഇതിനെ തിരിച്ചെഴുതുകയാണ്, തിരിച്ച് ബി എ എന്ന് എഴുതുകയാണ്. ഇത് രണ്ടും ഈക്വൽ ആണോ? അല്ല. ഓക്കെ, ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും എവിടെയാണോ ഉള്ളത് ആ ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നോക്കൂ, ഇക്വാലിറ്റി ഓഫ് 2 ഓർഡേർഡ് പെയർ. എപ്പോഴായിരിക്കും നമുക്ക് 2 ഓർഡേർഡ് പെയർസ് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുന്നത്? എ ബി എന്ന് പറയുന്ന ഒരു ഓർഡേർഡ് പെയർ ഉണ്ട്, സി ഡി എന്ന് പറയുന്ന ഒരു ഓർഡേർഡ് പെയർ ഉണ്ടെങ്കിൽ എ ഈക്വൽ ടു സിയും ബി ഈക്വൽ ടു ഡിയും ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ? ഈ ഓർഡേർഡ് പെയർസ് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അതായത് ഈക്വൽ ആവണമെങ്കിൽ നമുക്ക് എന്ത് പറയണം? ഇപ്പോൾ 5-2 ആണ് ഇവിടെ വന്നതെങ്കിൽ അപ്പുറത്തുള്ളതും എന്ത് തന്നെ ആയിരിക്കണം? 5-2 തന്നെ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ? ഈ ഓർഡേർഡ് പെയർസ് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതൊക്കെ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അപ്പൊ അത് നമുക്ക് അങ്ങോട്ടൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻസിൽ ഇതുപോലെയുള്ള പ്രോബ്ലംസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തായിരിക്കും എടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ. ഈ ഓർഡേർഡ് പെയർ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് 2 സെറ്റ്സ്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. ഫോർ എനി 2 നോൺ എംപ്റ്റി സെറ്റ്സ് എ ആൻഡ് ബി, the set of all ordered pairs A, B, where A element of capital A and B element of capital B is called the Cartesian product of sets A and B and is denoted by A cross B. Okay, അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിത് പറയാം. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു നോൺ എംപ്റ്റി സെറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റ് 1, 2, 3 ആണെന്ന് വിചാരിക്കും. ബി എന്ന് പറയുന്ന വേറൊരു നോൺ എംപ്റ്റി സെറ്റ് വേണം. ബി എന്ന് പറയുന്ന സെറ്റ് നമുക്ക് എന്തെടുക്കാം? എ ബി ആണെന്ന് വിചാരിക്കും. അപ്പൊ എ ക്രോസ് ബി ഡിഫൈൻ ചെയ്തേക്കുന്നത് എങ്ങനെയാണ്? എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു, എ ക്രോസ് ബി എങ്ങനെയാണ്? ഓർഡേർഡ് പെയേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? എയിലും ബിയിലും ഉള്ളത് എങ്ങനെയാണ് പറയുന്നത്? വെയർ എ എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എ. എ എന്നുള്ള എലമെന്റ് എപ്പോഴും ആദ്യത്തെ സെറ്റിൽ നിന്നും രണ്ടാമത്തെ എലമെന്റ് എപ്പോഴും രണ്ടാമത്തെ സെറ്റിൽ നിന്നും വേണം എടുക്കാൻ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യത്തേത് എങ്ങനെ എഴുതാം? 1 എടുക്കാം. ഓക്കെ, അപ്പൊ 1ഉം രണ്ടാമത്തെ സെറ്റിൽ നിന്ന് ഏതെടുക്കാം? എ. അടുത്ത ഓർഡേർഡ് പെയർ ഏതെടുക്കാം? 1ഉം ബിയും എടുക്കാം. എടുത്തൂടെ? അടുത്ത എങ്ങനെ? 2 വെച്ച് നോക്കാം. 2 എ, അടുത്ത 2 ബി, അത് കഴിഞ്ഞ് 3 എ, അത് കഴിഞ്ഞ് 3 ബി. ഇതിനെയാണ് എ ക്രോസ് ബി എന്ന് പറയുന്നത്. ഓക്കെ, 2 നോൺ എംപ്റ്റി സെറ്റ് ഉണ്ട്. അതിലെ ഫസ്റ്റ് സെറ്റിന്റെ എലമെന്റ്സും സെക്കൻഡ് സെറ്റിന്റെ എലമെന്റ്സും ആയിട്ട് പെയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഡേർഡ് പെയർ എന്ന് പറയുന്നത്.
രണ്ട് നോൺ എം ടി സെറ്റ് ഉണ്ട്, എയും ബിയും. അതിലെ ഫസ്റ്റ് സെറ്റിലെ എലമെന്റ്സിനെ സെക്കൻഡ് സെറ്റിലെ എലമെന്റ്സുമായിട്ട് പെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ ഓർഡേർഡ് പെയർ ആക്കി എഴുതുന്നതിനെയാണ് നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, അതായത് എ ക്രോസ് ബി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഇതിന്റെ ബി ക്രോസ് എ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. അപ്പൊ ബി ക്രോസ് എ എങ്ങനെ എഴുതാൻ പറ്റും? ബി ക്രോസ് എ ഈസ് ഈക്വൽ ടു, ഞാൻ പറഞ്ഞു നമ്മൾ ആദ്യം ഏത് സെറ്റാണോ എഴുതുന്നത് അതിലെ എലമെന്റ്സ് വേണം ആദ്യം എഴുതാൻ. അപ്പൊ എങ്ങനെ എഴുതാം? ഓർഡേർഡ് പെയർ A1, A2, A3. അടുത്ത ഏതാണ്? ബി അല്ലേ? B1, B2, അടുത്ത B3. നോക്കൂ, അപ്പൊ നമ്മൾ എ ക്രോസ് ബി എഴുതിയിട്ടുണ്ട്, ഇപ്പോൾ ബി ക്രോസ് എയും എഴുതിയിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം എ ക്രോസ് ബിയും ബി ക്രോസ് എയും ഈക്വൽ ആണോ? മൊത്തം നമ്മൾ നോക്കുമ്പോൾ 1ഉം 2ഉം 3ഉം ഉണ്ട്, എയും ബിയും ഉണ്ട്. പക്ഷെ ഇത് ഈക്വൽ ആണോ? ഒരിക്കലും ഇതെന്തല്ല, ഈക്വൽ അല്ല. എന്തുകൊണ്ട്? ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു, ഓർഡേർഡ് പെയേഴ്സിനകത്ത് അതിന്റെ ഓർഡർ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ 1A എന്ന് പറയുന്നത് A1ന് ഈക്വൽ ആവുമോ? ഇല്ല. അപ്പൊ അങ്ങനെ ആവുന്ന സ്ഥിതിക്ക് എന്ത് പറയാൻ പറ്റും നമുക്ക്? എ ക്രോസ് ബി ബി ക്രോസ് എക്ക് ഈക്വൽ അല്ല. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. എ ക്രോസ് ബി എന്തല്ല, ബി ക്രോസ് എക്ക് ഈക്വൽ അല്ല. അപ്പൊ ഇതാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റിനകത്ത് മെയിൻ ആയിട്ടും പറയുന്ന കാര്യങ്ങൾ. ദസ് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എ ആൻഡ് ബി എലമെന്റ് ഓഫ് ക്യാപിറ്റൽ ബി. അതാണ് ഞാൻ എന്ത് ചെയ്തത് ഇവിടെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞത്. ആദ്യത്തെ എലമെന്റ്സ് എല്ലാം ഫസ്റ്റ് സെറ്റിൽ നിന്നായിരിക്കും, രണ്ടാമത്തെ എലമെന്റ്സ് എല്ലാം സെക്കൻഡ് സെറ്റിൽ നിന്നായിരിക്കും. പിന്നെ എന്താണ് പറയുന്നത്? ഇപ്പൊ നമ്മൾ രണ്ട് നോൺ എം ടി സെറ്റ് ആണെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത് അല്ലേ. ഇപ്പോൾ രണ്ട് എം ടി സെറ്റ് ആണ്, അതായത് എ ഒരു നൾ സെറ്റ് ആണ്, ബി ഒരു നൾ സെറ്റ് ആണ്. ഈ നൾ സെറ്റിനെയാണല്ലോ ഫൈ എന്ന് കാണിക്കുന്നത്. രണ്ട് സെറ്റും എം ടി ആണ്. രണ്ട് സെറ്റും എം ടി ആണെങ്കിൽ എക്കകത്തൊന്നുമില്ല, ബിക്കകത്തും ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ ക്രോസ് ബി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കാണോ? ഇല്ല. രണ്ട് സെറ്റ് എം ടി ആണെങ്കിൽ എ ക്രോസ് ബിയും എന്ത് തന്നെയായിരിക്കും? ഫൈ ആയിരിക്കും, അല്ലെങ്കിൽ എം ടി സെറ്റ് ആയിരിക്കും. അതുപോലെ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എ ക്രോസ് ബി നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എ ക്രോസ് ബി ബി ക്രോസ് എക്ക് ഈക്വൽ ആവില്ല. അപ്പൊ ഇനി എത്ര ക്രോസ് പ്രോഡക്ട്സ് ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ നോക്കാം? ഇപ്പോൾ എ എന്നുള്ള സെറ്റ് ഒന്നും കൂടി ഇവിടെ എഴുതാം. എ ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3. ബി ഈസ് ഈക്വൽ ടു സെറ്റ് എ ബി. അപ്പൊ നോക്ക്, എൻ ഓഫ് എ എന്താണ്? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ, അല്ലെങ്കിൽ കാർഡിനാലിറ്റി ഓഫ് എ. എക്കകത്ത് എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട്? എൻ ഓഫ് എ ഈസ് ഈക്വൽ ടു 1, 2, 3. 3 എലമെന്റ്സ് അല്ലേ? എൻ ഓഫ് ബി എന്താണ്? കാർഡിനാലിറ്റി ഓഫ് ബി, അല്ലെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി ഈസ് ഈക്വൽ ടു 2. ഓക്കെ. അപ്പോൾ നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഈ എയും ബിയും കൂടി നമ്മൾ ക്രോസ് ചെയ്യുമ്പം നമുക്ക് എത്ര എലമെന്റ്സ് കാണണം? 3 × 2 എലമെന്റ്സ് കാണണം. അതായത് 6 എലമെന്റ്സ് വേണം. നമുക്ക് നോക്കാം 6 എലമെന്റ്സ് ഉണ്ടായിരുന്നോ എന്ന്. എ ക്രോസ് ബി, അല്ലെങ്കിൽ പോട്ടെ ബി ക്രോസ് എ നോക്കാം. ബി ക്രോസ് എ എടുക്കുമ്പോൾ നമുക്ക് 2 × 3 എത്രയാണ്? 6 ഉണ്ടോ എന്ന് നോക്കാം. 1, 2, 3, 4, 5, 6. കണ്ടോ? ഓക്കെ. അപ്പൊ നമുക്ക് രണ്ട് സെറ്റ് ഉണ്ടെങ്കിൽ അതിലെ ക്രോസ് പ്രോഡക്റ്റിൽ എത്ര എലമെന്റ്സ് വരുമെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പൊ സപ്പോസ് എ എന്നുള്ളൊരു സെറ്റ് അല്ലെങ്കിൽ സി എന്നുള്ളൊരു സെറ്റിൽ നമുക്ക് ഒരു 10, 11, 12 ആണ്. ഓക്കെ. ഡി എന്നുള്ളൊരു സെറ്റ് ആർ, കെ, ജെ ആണ്. അപ്പൊ ഈ സിയും ഡിയും കൂടി ഞാൻ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ എനിക്ക് എത്ര എലമെന്റ്സ് വരും? സിക്കകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട്? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സി എത്രയാണ്? 3 ആണ്. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ഡി എത്രയാണ്? 3 ആണ്. അപ്പൊ 3 × 3 എത്ര വരും? 9 എലമെന്റ്സ് കാണും. അപ്പോൾ രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്. അതിൽ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എത്ര എലമെന്റ്സ് ആണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ രണ്ട് സെറ്റിലെയും നമ്പർ ഓഫ് എലമെന്റ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഇഫ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ഈസ് എം ആൻഡ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ഡി ഈസ് എൻ, അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബിയുടെ നമ്പർ ഓഫ് എലമെന്റ്സ് എടുത്താലും ബി ക്രോസ് എയുടെ നമ്പർ ഓഫ് എലമെന്റ്സ് എടുത്താലും m × n ആയിരിക്കും. m എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? m × n എന്നാണ് അർത്ഥം. ഓക്കെ. ഇഫ് അറ്റ്ലീസ്റ്റ് 1 ഓഫ് എ ആൻഡ് ബി ഈസ് ഇൻഫൈനൈറ്റ്, എയോ ബിയോ ഇൻഫിനിറ്റ് ആണെങ്കിൽ ദെൻ എ ക്രോസ് ബിയും ഇൻഫിനിറ്റ് ആയിരിക്കും, ബി ക്രോസ് എയും ഇൻഫിനിറ്റ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ നോക്കുമ്പം ഇതെല്ലാം സിമ്പിൾ പോയിന്റ്സ് ആണെങ്കിലും ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്തു നിന്നൊക്കെ ചോദിക്കാം. അപ്പൊ ഇത്രയാണ് നിങ്ങൾ കാർട്ടീഷ്യൻ പ്രോഡക്ട്സിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ ഈ കാർട്ടീഷ്യൻ പ്രോഡക്ട്സ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഏതിലോട്ടാണ് പോകുന്നത്? റിലേഷൻസിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റിലേഷൻസിനകത്ത് തന്നെ
ഒരുപാട് സബായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് റിഫ്ലെക്സീവ് വരുന്നുണ്ട്, സിമെട്രിക് വരുന്നുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് റിലേഷൻസിനകത്ത് തന്നെ പറയാനുണ്ട്. പക്ഷേ ഇതൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ റിലേഷന്റെ എന്താണ് റിലേഷൻ എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാലും ഞാൻ ഫംഗ്ഷന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇതിന്റെ അടുത്ത പാർട്ടായിട്ട് നിങ്ങൾക്ക് റിലേഷൻസ് എന്ന് പറഞ്ഞിട്ട് വേറെ ക്ലാസ്സും അതുപോലെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് വേറെ ക്ലാസ്സും ഒക്കെ വരും. അതിലെല്ലാം എന്ത് ചെയ്യും, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ റിലേഷൻസിനെ കുറിച്ചും ഫംഗ്ഷനെ കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിനെ എന്തായിട്ട് കണ്ടാൽ മതി, ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിട്ട് കണ്ടാൽ മതി. അതായത് എത്ര അറിഞ്ഞൂടാത്ത ആൾക്കാർക്കും ഈ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം ബാക്കി ക്ലാസ് കാണുമ്പോൾ അവർക്ക് ഏകദേശം നല്ല രീതിക്ക് തന്നെ എന്ത് ചെയ്യും, അതിനെ ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്താണ് റിലേഷൻ എന്ന് നോക്കാം. എ റിലേഷൻ ആർ ഫ്രം എ നോൺ എംപ്റ്റി സെറ്റ് എ ടു എ നോൺ എംപ്റ്റി സെറ്റ് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എ ക്രോസ് ബി. അപ്പോൾ എന്താണ് റിലേഷൻ? എ റിലേഷൻ ആർ, ഒരു നോൺ എംപ്റ്റി സെറ്റ് എയിൽ നിന്ന് ബിയിലോട്ട് ഞാനൊരു റിലേഷൻ പറയുകയാണെങ്കിൽ അത് എ ക്രോസ് ബിയുടെ എന്തായിരിക്കും, സബ്സെറ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെയാണോ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ ഞാനിപ്പോ രണ്ട് സെറ്റ് ഡിഫൈൻ ചെയ്യാണ്. എ എന്നുള്ള സെറ്റ് എനിക്ക് എന്തെന്ന് എടുക്കാം, എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് 1 2 3. ബി എന്നുള്ള സെറ്റ് ഞാൻ എന്തെടുത്തു, സെറ്റ് ഓഫ് 1 2. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ആദ്യം ഇതിന്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുകയാണ് അല്ലേ. അപ്പൊ ക്രോസ് പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഞാനിപ്പോ എ ക്രോസ് ബി ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എലമെന്റ്സ് ഫ്രം എ സെറ്റ് ആൻഡ് സെക്കൻഡ് എലമെന്റ്സ് ബി നിന്ന് എടുക്കും. ഓക്കെ, അപ്പോൾ ഓർഡേർഡ് പെയർ 1 1 1 1 1 2 1 2, അതുപോലെ 2 1 2 2 2 1 2 2, അത് കഴിഞ്ഞിട്ട് 3 1 3 2. താഴോട്ട് എഴുതാമേ, 3 1 3 2. ഓക്കെ, അപ്പൊ എ ക്രോസ് ബി എഴുതിയിട്ടുണ്ട്. അപ്പൊ നോക്കി നോക്ക്, നമുക്കറിയാം രണ്ട് സെറ്റ് ഉണ്ട്. അപ്പം ഇവിടെ 3 എലമെന്റ്സ് ഉണ്ട്, ഇവിടെ 2 എലമെന്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബിക്കകത്ത് എത്ര എലമെന്റ്സ് കാണും, 3 × 2 6 എലമെന്റ്സ് കാണും. നോക്ക്, 6 എലമെന്റ്സ് ഉണ്ടല്ലോ. ഇനി എന്ത് ചെയ്യണം, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളൊരു റിലേഷൻ പറയാണ്. അതായത് ഞാൻ ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻ, ഞാനിപ്പോൾ ഒരു R1 എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയാണ് ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും ഈക്വൽ ആയിരിക്കണം എന്നുള്ള റിലേഷനാണ് ഞാൻ പറയുന്നതെന്ന് വിചാരിക്കൂ. എന്താണ്, ഫസ്റ്റ് എലമെന്റ് ഈക്വൽ ടു സെക്കൻഡ് എലമെന്റ്. ഓക്കെ, ഫസ്റ്റ് എലമെന്റ് ഈക്വൽ ടു സെക്കൻഡ് എലമെന്റ് ആയിരിക്കണം എന്നുള്ള റിലേഷൻ ഞാൻ പറഞ്ഞാൽ ഇതിൽ ഏതൊക്കെ വരും, 1 1 വരൂലേ. അതുപോലെ R1 ഏത് സെറ്റ് എടുക്കാം, 1 1 എടുക്കാം. രണ്ടും ഈക്വൽ ആയിട്ടുള്ള ഏതുണ്ട്, വേറെ 2 2 ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു റിലേഷൻ നോക്കൂ, ഈ 1 1 ഉം 2 2 ഉം ആരുടെ സബ്സെറ്റ് ആണ്, എ ക്രോസ് ബിയുടെ സബ്സെറ്റ് അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഒരു സെറ്റ് ഉണ്ട്, അതിലെ എല്ലാ എലമെന്റ്സും എ എന്നുള്ള ഒരു സെറ്റ് ഉണ്ട്, ബി എന്നുള്ള ഒരു സെറ്റ് ഉണ്ട്. എയിലെ എല്ലാ എലമെന്റ്സും ബിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ബി സബ്സെറ്റ് ഓഫ് എ ആണെന്ന് പറയാം. ഇപ്പൊ ഇവിടെ R1 എന്നൊരു സെറ്റ് ഉണ്ട്, എ ക്രോസ് ബി ഉണ്ട്. അപ്പൊ R1-നകത്തുള്ള എലമെന്റ്സ് എല്ലാം എ ക്രോസ് ബിയിൽ ഇല്ലേ. അതിന്റെ അർത്ഥം എന്താണ്, R1 എ ക്രോസ് ബിയുടെ ആരാണ്, സബ്സെറ്റ് ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യുമ്പം രണ്ട് നോൺ എംപ്റ്റി സെറ്റ് ആയ എയിൽ നിന്ന് ബിയിലോട്ട് ഞാനൊരു റിലേഷൻ ഡിഫൈൻ ചെയ്താൽ ആ റിലേഷൻ എന്തായിരിക്കും, സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ആയിരിക്കും. ഓക്കെ, എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. അത് കൺഫ്യൂഷൻ ഇല്ലല്ലോ. അടുത്ത് നോക്കൂ, ദ സബ്സെറ്റ് ഈസ് ഡിറൈവ്ഡ് ബൈ ഡിസ്ക്രൈബിംഗ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് എലമെന്റ് ആൻഡ് ദ സെക്കൻഡ് എലമെന്റ് ഓഫ് ദ ഓർഡേർഡ് പെയർസ് ഇൻ എ ക്രോസ് ബി. അപ്പൊ എ ക്രോസ് ബിയിലെ ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സബ്സെറ്റ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഞാൻ ഡിസ്ക്രൈബ് ചെയ്ത് എങ്ങനെയായിരുന്നു, എനിക്ക് ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും സെയിം ആയിരിക്കണം എന്നാണ് ഞാൻ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്തത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പം വേണമെങ്കിൽ വേറൊരാൾക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, ഫസ്റ്റ് എലമെന്റ് എപ്പോഴും 1 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു R2 എന്ന് പറഞ്ഞ് പുതിയൊരു റിലേഷൻ എഴുതുകയാണ്, ഫസ്റ്റ് എലമെന്റ് എപ്പോഴും 1 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ സെറ്റിൽ ഏതൊക്കെ എലമെന്റ്സ് വരാം, ഓർഡേർഡ് പെയർ 1 1 വരാം, അതുപോലെ ഓർഡേർഡ് പെയർ 1 2 വരാം. വന്നൂടെ? അതുപോലെ ഫസ്റ്റ് എലമെന്റ് എപ്പോഴും 3 ആയിരിക്കണം എന്ന് വേറൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ സെറ്റിൽ എങ്ങനെ പറയാം, അല്ലെങ്കിൽ ആ റിലേഷൻ എങ്ങനെ നമുക്ക് എഴുതാം, ഓർഡേർഡ് പെയർ സെറ്റ് ഓഫ് ഓർഡേർഡ് പെയർ 3 1 ഉം സെറ്റ് ഓഫ് ഓർഡേർഡ് പെയർ 3 2 എഴുതാം. അപ്പൊ നമ്മൾ ഏത് റിലേഷൻ ഡിഫൈൻ ചെയ്താലും ഈ തന്നേക്കുന്ന രണ്ട് സെറ്റിന്റെ ക്രോസ് പ്രോഡക്റ്റിന്റെ സബ്സെറ്റ് ആയിരിക്കും ആര്, ആ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ദ സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെന്റ്സ് ഇൻ എ റിലേഷൻ R ഈസ് കോൾഡ് ഡൊമൈൻ ഓഫ് ദ റിലേഷൻ ബി.
ആ സെറ്റ് നമുക്ക് സെയിം സെറ്റ് ഒന്നും കൂടി എഴുതാം. സെറ്റ് എ ഈസ് ഈക്വൽ ടു 1 2 3 ആൻഡ് സെറ്റ് ബി ഈസ് ഈക്വൽ ടു 1 2. അങ്ങനെയാണെങ്കിൽ നമ്മൾ റിലേഷൻ ഡിഫൈൻ ചെയ്യാൻ പഠിച്ചു. അപ്പോൾ ആ റിലേഷൻ എപ്പോഴും ക്രോസ് പ്രോഡക്റ്റിന്റെ സബ്സെറ്റ് ആയിരിക്കും. അപ്പോൾ ഇതിലെ ഫസ്റ്റ് സെറ്റ് ആ ഓർഡേർഡ് പെയറിനകത്ത് എടുക്കുന്ന ആദ്യത്തെ എലമെന്റ്സിന്റെ സെറ്റ് ഉണ്ടല്ലോ, ആ ആദ്യത്തെ എലമെന്റ്സിന്റെ സെറ്റിനെയാണ് നമ്മൾ ഡൊമൈൻ സെറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ആദ്യത്തെ എലമെന്റ്സിന്റെ സെറ്റിനെ എന്തെന്ന് പറയും? ഡൊമൈൻ സെറ്റ് എന്ന് പറയും. രണ്ടാമത്തെ എലമെന്റ്സിന്റെ സെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റേഞ്ച് ഓഫ് ആർ, അല്ലെങ്കിൽ ആ റിലേഷന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഈ രണ്ടാമത്തെ എലമെന്റിന്റെ സെറ്റ് ആയിരിക്കും. അതായത് ഇപ്പൊ എ ക്രോസ് ബി എടുക്കുമ്പോൾ ഈ 1ഉം 2ഉം 3ഉം ഫസ്റ്റ് സെറ്റിനകത്തുള്ള എലമെന്റ്സിനെ ഡൊമൈൻ ഓഫ് ആർ എന്നും പറയാം. സെക്കൻഡിനകത്തുള്ളതിനെ എന്തെന്ന് പറയാം? റേഞ്ച് ഓഫ് ആർ എന്നും പറയാം. ഇനി എന്താണ്? If n of a is equal to m and n of b is equal to n, then n of a cross b is mn and the total number of possible relation from set A to B is 2 raised to mn. നമുക്കിപ്പം നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ എന്നുള്ളത് ഈ എക്സാമ്പിൾ തന്നെ എടുത്തു നോക്കൂ. നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ എത്രയാണ്? 3 ആണ്. നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ബി എത്രയാണ്? നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ബി എന്നുള്ളത് 2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് ബി എത്രയാണെന്ന് പഠിച്ചു. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് ബി എത്രയാണ്? 3 × 2 അല്ലേ? അപ്പൊ 3 × 2 എത്ര വരും? 6 വരും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? റിലേഷൻസ് എയിൽ നിന്ന് ബിയിലേക്ക് ഞാനൊരു റിലേഷൻ ഡിഫൈൻ ചെയ്താൽ അതിലെ നമ്പർ ഓഫ് എലമെന്റ്സ് എന്തായിരിക്കും? 2 raised to mn ആയിരിക്കും. അതായത് 2 raised to 3 × 2 ആയിരിക്കും. അതായത് 2 raised to 6 ആയിരിക്കും. അപ്പൊ രണ്ട് നോൺ എംപ്റ്റി സെറ്റിൽ നിന്ന് രണ്ട് നോൺ എംപ്റ്റി സെറ്റ് ഉണ്ട്. അതിൽ ഞാനൊരു റിലേഷൻ ഡിഫൈൻ ചെയ്താൽ അതിലെ നമ്പർ ഓഫ് എലമെന്റ്സ് എന്താണ്? എപ്പോഴും 2 raised to mn ആണ്. ഇപ്പൊ എക്ക് ഒരു 10 എലമെന്റ്സ് ഉണ്ട്, ബിക്ക് ഒരു 12 എലമെന്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര റിലേഷൻ അവിടെ പറയാൻ പറ്റും? 2 raised to 10 × 12. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്പർ ഓഫ് റിലേഷൻസ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നമുക്ക് എങ്ങനെ നമ്പർ ഓഫ് റിലേഷൻ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ m ആണ്, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി n ആണ്. അങ്ങനെയാണെങ്കിൽ റിലേഷൻസിനകത്ത് അല്ലെങ്കിൽ റിലേഷൻ സെറ്റിനകത്ത് എത്ര നമ്പർ ഓഫ് പോസിബിൾ റിലേഷൻസ് ഉണ്ട്? 2 raised to nm ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇനി അപ്പോൾ ഇത്രയാണ് നമുക്ക് റിലേഷൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് എന്താണ് ഫംഗ്ഷൻ എന്ന് നോക്കാം. ഫംഗ്ഷനും ജസ്റ്റ് എന്താണ് ഫംഗ്ഷൻ എന്ന് മാത്രമേ ഇതിൽ പറഞ്ഞു വെക്കുന്നുള്ളൂ. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ക്ലാസ് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ കിട്ടും. ഓക്കെ, അപ്പോൾ നോക്കൂ, എന്താണ് ഒരു ഫംഗ്ഷൻ? A function f from a set A to set B is a relation between A and B which satisfies two properties. അപ്പോൾ നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് പറഞ്ഞിട്ട് റിലേഷനിൽ വന്നപ്പോൾ പറഞ്ഞു റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ സബ്സെറ്റ് ആണെന്ന് പറഞ്ഞു. അടുത്ത റിലേഷനിൽ നിന്ന് നമ്മൾ ഫംഗ്ഷനിലോട്ട് എത്തി. ഫംഗ്ഷൻ എന്താണ് പറയുന്നത്? ഒരു ഫംഗ്ഷൻ എപ്പോഴും എന്തായിരിക്കും? ഒരു റിലേഷൻ ആയിരിക്കും. ഓക്കെ, ഒരു ഫംഗ്ഷൻ എപ്പോഴും ഒരു റിലേഷൻ ആയിരിക്കും. ഇപ്പം രണ്ട് സെറ്റ് ഉണ്ട്, എയും ബിയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ എക്കും ബിക്കും ഇടയ്ക്ക് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു റിലേഷനാണ് ചില പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഫംഗ്ഷൻ ആയിട്ട് മാറുന്നത്. അത് ഏതൊക്കെ പ്രോപ്പർട്ടീസ് ആണ്? എവറി എലമെന്റ് ഇൻ എ ഈസ് റിലേറ്റഡ് ടു സം എലമെന്റ് ഇൻ ബി ആൻഡ് നോ എലമെന്റ് ഇൻ എ ഈസ് റിലേറ്റഡ് ടു മോർ ദാൻ വൺ എലമെന്റ് ഇൻ ബി. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഞാനൊരു ആരോ ഡയഗ്രാം വരയ്ക്കുകയാണ്. ആരോ ഡയഗ്രാം എന്ന് പറയുമ്പോൾ ഇങ്ങനെ, ഇതിനെയാണ് ആരോ ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എ ഉണ്ട്, ഇവിടെ ബി ഉണ്ട്. ഈ ആരോ ഡയഗ്രാമിനകത്ത് നമുക്ക് സെറ്റ് വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ നേരത്തെ എ ഈസ് ഈക്വൽ ടു 1 2 3 എന്നൊക്കെ എഴുതിയ പോലെ ഇവിടെ ഞാൻ എ ഈസ് ഈക്വൽ ടു ABC എഴുതി, ബി ഈസ് ഈക്വൽ ടു ഒരു EFG എഴുതി. ഓക്കെ, അപ്പോൾ എ സെറ്റിനെ ഞാൻ ഇവിടെ എഴുതുകയാണ്. ഏതാണ്? ABC. ബി സെറ്റ് ഏതൊക്കെയാണ്? EFG. ഓക്കെ, അപ്പൊ ഫംഗ്ഷൻ പറയുന്നത് എന്താണെന്ന് നോക്കുക. അതൊരു റിലേഷൻ ആണ്. എവറി എലമെന്റ് ഇൻ എ ഈസ് റിലേറ്റഡ് ടു സം എലമെന്റ് ഇൻ ബി. എയിലുള്ള എല്ലാ എലമെന്റ്സിനും ബിയിൽ എന്ത് വേണം? ഒരു റിലേഷൻ വേണം. ഇപ്പൊ ഞാൻ എ എന്ത് ചെയ്യാണ്? ജിയിലോട്ട് റിലേറ്റ് ചെയ്യാണ്, ബി എ ഇയിലോട്ട് റിലേറ്റ് ചെയ്യാണ്, സിന് എഫിലോട്ട് റിലേറ്റ് ചെയ്യാണ്. അപ്പൊ ഇതിപ്പം ഒരു ഫംഗ്ഷൻ ആയില്ലേ? എല്ലാ എലമെന്റ്സ്, എയിലെ എല്ലാ എലമെന്റ്സിലും ബിയിൽ ഒരു റിലേഷൻ ഉണ്ട് ഇല്ലേ? ആ റിലേഷൻ എന്ത് വേണോ ആവാം. അതെല്ലാം നമുക്ക് ആ ഫംഗ്ഷൻ പഠിക്കുമ്പം എക്സാമ്പിൾസും PYQ ഒക്കെ ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഇവിടെ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. എ എന്നുള്ള സെറ്റിലുള്ള എല്ലാ എലമെന്റ്സിനും ബി എന്നുള്ള ഒരു സെറ്റിൽ എന്ത് വേണം? ഒരു പാർട്ട്ണർ വേണം, അല്ലെങ്കിൽ ഒരു പെയർ വേണം. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്?
no element in A is related to more than one element in B. അതായത് ഞാനിപ്പോൾ ഇവിടെ എ റിലേറ്റഡ് ടു ജി എന്നല്ലേ കാണിച്ചേക്കുന്നത്, അല്ലെങ്കിൽ എയും ജി എ അല്ലേ ഞാൻ പെയറാക്കി എടുക്കുന്നത്. അതേസമയം തന്നെ ഞാൻ എ എഫിനും പെയർ കൊടുക്കുകയാണ്. അപ്പോൾ എ ജിയുടെയും പെയറാണ്, എ എഫിൻ്റെയും പെയറാണ്. അങ്ങനെയാണെങ്കിൽ എന്തല്ല? ഫങ്ഷൻ അല്ല. ആദ്യത്തെ സെറ്റിലുള്ള ഒരു എലമെന്റിന് രണ്ടാമത്തെ സെറ്റിൽ ഒരു പെയർ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ മാത്രമേ കാണാവൂ. പക്ഷെ ഇവിടെ എ എടുത്തു കഴിഞ്ഞാൽ എ റിലേറ്റഡ് ടു എഫും ആണ്, എ റിലേറ്റഡ് ടു ജിയു ആണ്. അപ്പൊ ഇത് എന്തല്ലാതാകും? ഒരു ഫംഗ്ഷൻ അല്ലാതാകും. അപ്പോൾ ഇത്രയാണ് എന്താണ് ഒരു ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. എന്തൊക്കെയായിരുന്നു? ഒന്ന്, ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലോട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു റിലേഷൻ ആയിരിക്കും. രണ്ട്, എ എന്നുള്ള സെറ്റിലെ എല്ലാ എലമെന്റ്സിനും ബിക്കകത്ത് ആര് വേണം? ഒരു പാർട്ട്ണർ വേണം, അല്ലെങ്കിൽ ഒരു പെയർ വേണം. മൂന്ന്, no element in A is related to more than one element in B. ബി സെറ്റില് ഒരു എലമെന്റിൽ കൂടുതൽ ആർക്ക് പാർട്ട്ണർ ആവാൻ പാടില്ല? എക്ക് പാർട്ട്ണർ ആവാൻ പാടില്ല. ഞാൻ വേറൊരു എക്സാമ്പിളും കൂടി കാണിച്ചു തരാം. ഇപ്പൊ എ എന്നുള്ളൊരു സെറ്റ് ഞാൻ എഴുതി. എ എന്നുള്ള സെറ്റ് ഒരു 3 കുട്ടികളാണെന്ന് വിചാരിക്കൂ. ഇപ്പം ഏതൊക്കെ പേര് എഴുതാം? രാജു, രവി, രാമു. ബി എന്നുള്ളത് അവർക്ക് ഇന്ന് മാത്സിന്റെ പേപ്പർ കൊടുക്കുകയാണ്. അപ്പം മാത്സിന്റെ പേപ്പർ കൊടുത്തപ്പം അവർക്ക് കിട്ടിയ മാർക്സ് ആണ് ബി എന്ന് വിചാരിക്കൂ. അപ്പോൾ ഒരു രാജു 40, 50, 60. അപ്പം ഞാൻ പറഞ്ഞ ഓർഡർ ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല. സെറ്റാക്കി എഴുതുമ്പോൾ നമുക്ക് ഓർഡർ നോക്കേണ്ട കാര്യമില്ല. അപ്പം ഞാൻ ഇതിനകത്തുനിന്നൊരു റിലേഷൻ അങ്ങ് ഡിഫൈൻ ചെയ്തിട്ട് ആ ഫംഗ്ഷൻ എന്നുള്ള രീതിക്ക് എഴുതാം. അപ്പോൾ എ എന്നുള്ളത് ആരോ ഡയഗ്രാം വരച്ചു. ഇത് എ സെറ്റാണ്. എയിൽ നിന്ന് ഞാൻ ബിയിലോട്ടൊരു റിലേഷൻ പറഞ്ഞു. എ എന്നുള്ളത് ആരൊക്കെയാണ്? രാജു, രവി, രാമു. മാർക്സ് എങ്ങനെ എടുക്കാം? രാജു, രവി, രാമു. നമുക്കിവിടെ മാർക്സ് 40, 50, 60 എന്ന് കൊടുക്കാം. അപ്പോൾ രാജുവിന് ഒരു 60 മാർക്ക് കിട്ടി, രാമുവിന് ഒരു 50 മാർക്ക് കിട്ടി, രവിക്ക് ഒരു 40 മാർക്ക് കിട്ടി എന്ന് വിചാരിക്കൂ. രാജുവിന് 60 മാർക്ക്, രാമുവിന് 50, രവിക്ക് 40. ഓക്കെ. അപ്പം നമ്മൾ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് ഇതിനകത്തുള്ള എല്ലാ എലമെന്റ്സും, ആദ്യത്തെ സെറ്റിലുള്ള എല്ലാ എലമെന്റ്സിനും രണ്ടാമത്തെ സെറ്റിൽ ഒരു പെയർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇവർക്ക് 3 പേർക്കും മാർക്ക് കിട്ടിയില്ലേ? 3 പേർക്ക് ഓരോ മാർക്കുണ്ട്. രണ്ടാമത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു എലമെന്റും മോർ ദാൻ 1ൽ റിലേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ രാജുവിനെ നോക്കിക്കഴിഞ്ഞാൽ 60 മാർക്കാണ്, രവിക്ക് 40 മാർക്കാണ്, രാമുവിന് 50 മാർക്കാണ്. ഓക്കെ. പക്ഷെ ഞാൻ പറയാണ്, രാജുവിന് പേപ്പർ കൊടുത്തപ്പോൾ 60 മാർക്കും ഉണ്ട്, അതുപോലെ 40 മാർക്കും ഉണ്ടെന്ന് പറയുകയാണ്. അത് പോസിബിൾ ആണോ? അപ്പൊ ഇന്ന് മാത്സിന്റെ പേപ്പർ കൊടുക്കുമ്പോൾ രാജുവിന് ഒരേ പേപ്പറിൽ തന്നെ 60 മാർക്കും 40 മാർക്കും വരാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. അതായത് രാജുവിന് 40 മാർക്കും 60 മാർക്കും ഒന്നിച്ച് മാത്സിന് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പൊ ഇതെന്തല്ല? ഒരു ഫംഗ്ഷൻ അല്ല. ഓക്കെ. അതായത് ഫസ്റ്റ് എലമെന്റിനെ നമുക്ക് ഒന്നിൽ കൂടുതലായിട്ട് ഏതിൽ പറയാൻ പറ്റില്ല? ബിയിലോട്ട് മാപ്പ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ബേസിക് ആയിട്ട് ഫംഗ്ഷൻ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്ന ഫംഗ്ഷന്റെ ബാക്കി പ്രോബ്ലംസും, അതുപോലെ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ട്, സർജക്റ്റീവ് ഉണ്ട്, അങ്ങനെയുള്ള ഫംഗ്ഷൻസും എല്ലാം വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ. ഇനി നമുക്ക് ബാക്കി നോക്കാം. എന്താണ് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ? റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പം എഫ് എന്നുള്ളൊരു ഫംഗ്ഷൻ നമ്മൾ എ ടു ബി ഡിഫൈൻ ചെയ്യുകയാണ്. അത് എപ്പോഴാണ് റിയൽ വാല്യൂഡ് ആവുന്നത്? ഇഫ് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് ആർ. ഞാൻ പറഞ്ഞു ക്യാപിറ്റൽ ലെറ്റർ ആർ എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് മനസ്സിലാക്കണം? ആർ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. ക്യാപിറ്റൽ ലെറ്റർ എൻ കണ്ടു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇസഡ് ആണെങ്കിൽ സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് ആണ്. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കുക. അപ്പൊ എപ്പോഴാണ് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആവുന്നത്? എ ടു ബി നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ബി എന്നുള്ളത് സബ്സെറ്റ് ഓഫ് ആർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതൊരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഇഫ് എ ആൻഡ് ബി ബോത്ത് ആർ സബ്സെറ്റ് ഓഫ് ആർ, ദെൻ എഫ് ഈസ് കോൾഡ് റിയൽ ഫംഗ്ഷൻ. അപ്പോൾ റിയൽ ഫംഗ്ഷൻ ആണെന്ന് എപ്പോഴാണ് പറയുന്നത്? എയും ബിയും ആറിന്റെ സബ്സെറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? റിയൽ ഫംഗ്ഷൻ ആണെന്ന് പറയാം. ബി സബ്സെറ്റ് ഓഫ് ആർ ആണെങ്കിൽ നമുക്ക് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയാം. എയും ബിയും സബ്സെറ്റ് ഓഫ് ആർ ആണെങ്കിൽ നമുക്ക് റിയൽ ഫംഗ്ഷൻ എന്ന് പറയാം. ബി സബ്സെറ്റ് ഓഫ് ആർ ആണെങ്കിൽ നമുക്ക് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ. നമ്മൾ സിമ്പിൾ പോയിന്റ്സ് ആണല്ലോ എന്ന് വിചാരിച്ച് സ്കിപ്പ് ചെയ്യുന്ന പോയിന്റ്സിനകത്തുനിന്നായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത്. അതുകൊണ്ട് ഓരോ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് നോക്കാം. The number of functions from A to B is.
അപ്പൊ നമ്പർ ഓഫ് ഫങ്ഷൻസ് ഫ്രം എ ടു ബി എന്താണ്? n റേസ് ടു m ആണ്. ഈ n റേസ് ടു m എവിടെ നിന്ന് വന്നു നമുക്ക് നോക്കാം. അതായത് ഇപ്പൊ എ എന്നുള്ളൊരു സെറ്റ് ഉണ്ട്. എ എന്നുള്ളൊരു സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു എ ബി ആണെന്ന് വിചാരിക്കൂ. ബി എന്ന് വേറൊരു സെറ്റ് ഉണ്ട്. ബി എന്നുള്ള സെറ്റ് ഒരു ഇ എഫ് ആണ്, അല്ലെങ്കിൽ ഇ എഫ് ജി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ നമ്പർ ഓഫ് ഫംഗ്ഷൻ പറയാം? എയിൽ നിന്ന് ബിയിലോട്ട് എത്ര ഫംഗ്ഷൻ ഉണ്ടെന്ന് പറയാം? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എയിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് നോക്കണം. എയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 2. ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 3. അപ്പൊ നമ്പർ ഓഫ് ഫംഗ്ഷൻ എന്തായിരിക്കും? ബിയുടെ നമ്പർ ഓഫ് എലമെന്റ്സ് റേസ് ടു എയുടെ നമ്പർ ഓഫ് എലമെന്റ്സ് ആയിരിക്കും. ബിയുടെ നമ്പർ ഓഫ് എലമെന്റ്സ് റേസ് ടു എയുടെ നമ്പർ ഓഫ് എലമെന്റ്സ് ആയിരിക്കും. അതായത് ദ നമ്പർ ഓഫ് ഫംഗ്ഷൻസ് ഫ്രം എ ടു ബി ഈസ് n റേസ് ടു m. എന്തെന്ന് പറയാം? n റേസ് ടു m, where n is the number of elements in set B and m is the number of elements in set A. എക്കകത്തുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് എമ്മും ബിക്കകത്തുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് എന്നും ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എയിൽ നിന്ന് ബിയിലോട്ട് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താൽ അതിലെ നമ്പർ ഓഫ് എലമെന്റ്സ് എപ്പോഴും എന്തായിരിക്കും? n റേസ് ടു m ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഇതാണ് നമ്മൾക്ക് നേരത്തെ PYQയിൽ ചോദിച്ച ചോദ്യം. കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ 2020 സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ PYQ ചോദിച്ച ചോദ്യം എന്താണെന്ന് നമുക്ക് ഒന്നും കൂടി നോക്കാം. എന്താണ്? ഇഫ് എ ഈസ് ഈക്വൽ ടു സെറ്റ് PQR ആൻഡ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് ABCD, then the number of functions possible from A to B is. അപ്പോൾ ആ ഒറ്റ പോയിന്റ് ആണ് നമുക്ക് എന്തായിട്ട് ഇവിടെ ചോദിച്ചേക്കുന്നത്? ഒരു ക്വസ്റ്റ്യൻ ഫോമിൽ ചോദിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം. എ എന്നുള്ളത് എന്താണെന്ന് അവർ പറയുന്നുണ്ട്. എ ഈസ് ഈക്വൽ ടു PQR ആണല്ലേ. അപ്പൊ n ഓഫ് എ എന്താണ്? n ഓഫ് എ എന്ന് പറയുമ്പോൾ 1 2 3 3 ആണ്. n ഓഫ് ബി എന്താണ്? n of b is equal to 1 2 3 4 4 ആണ്. അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ 3 ആണ്, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി 4 ആണ്. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചത് വെച്ച് എന്തെന്ന് പറയാം? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി എ നമ്മൾ നേരത്തെ എന്തെന്നാണ് ഡിനോട്ട് ചെയ്തത്? ക്യാപിറ്റൽ N എന്നല്ലേ. അപ്പൊ ക്യാപിറ്റൽ N 4 ആണ്, ക്യാപിറ്റൽ M എന്താണ്? 3 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഫംഗ്ഷൻ എന്തെന്ന് പഠിച്ചു? n റേസ് ടു m എന്ന് പഠിച്ചു. അതായത് 4 റേസ് ടു 3. അതായത് എന്താണ്? 4 ക്യൂബ് ആണ്. 4 ക്യൂബ് എത്രയാണ്? 4 ക്യൂബ് എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 4 ഇൻറ്റു 4 ആണ്. 4 ഇൻറ്റു 4 ഇൻറ്റു 4 എത്രയാണ്? 4 ഇൻറ്റു 4 16. 16 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 64. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ആൻസർ ബി ആണ്. ആൻസർ എന്താണ്? ബി 64 ആണ്. അപ്പോൾ 2 നോൺ എംപ്റ്റി സെറ്റ് ഉണ്ട്, സെറ്റ് എ, സെറ്റ് ബി. അപ്പൊ എയിൽ നിന്ന് ബിയിലേക്ക് ഞാനൊരു ഫംഗ്ഷൻ പറയുകയാണെങ്കിൽ അതിലെ നമ്പർ ഓഫ് എലമെന്റ്സ് എപ്പോഴും നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സെറ്റ് ബി റേസ് ടു നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സെറ്റ് എ. അതായത് ഇവിടെ പറയുകയാണെങ്കിൽ 4 റേസ് ടു എന്തെന്ന് പറയാം? 4 റേസ് ടു 3 എന്ന് പറയാം. അതായത് എത്രയാണ് ആൻസർ? 64 ആണ് ആൻസർ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ PYQ എഴുതാൻ പറ്റിയില്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് അതിന്റെ ഒരു പവർ എടുത്താൽ മതി. പക്ഷെ അത് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒറ്റ പോയിന്റ് അറിഞ്ഞിരിക്കണം. അതായത് n റേസ് ടു m ആണ് എന്ന് നമുക്ക് അവിടെ ഓർമ്മ വന്നു കഴിഞ്ഞാൽ ഈ ഒരു മാർക്ക്, ഇപ്പൊ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം PSCയുടെ ഓരോ മാർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് മാത്സ് പഠിച്ചാലും ഇല്ലെങ്കിലും, മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും അവർക്ക് ആ ഒരു പോയിന്റ് അറിയായിരുന്നെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു മാർക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഏത് സെക്ഷനിൽ നിന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിക്കാണ് സഹകാരിയുടെ ക്ലാസ്സസ് വരുന്നത്. ഓക്കെ, അത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, PYQന്റെ ഡിസ്കഷൻ, നെറ്റിലും സെറ്റിലും ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് അങ്ങോട്ടുള്ള ക്ലാസ്സസിൽ അവൈലബിൾ ആക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് പഠിച്ച ടോപ്പിക്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിൽ ഞാൻ റിലേഷൻസും ഫംഗ്ഷൻസും റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റിലേഷൻസും ഫംഗ്ഷൻസും വേറെ ക്ലാസ് വരും. അതിൽ ഡെപ്തിൽ തന്നെ റിലേഷൻസിനെ കുറിച്ചും ഫംഗ്ഷൻസിനെ കുറിച്ചും പറയും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ നോക്കൂ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ എവരി ഫംഗ്ഷൻ ഈസ് എ റിലേഷൻ. റീസൺ എ റിലേഷൻ ഈസ് എ സബ്സെറ്റ് ഓഫ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് 2 സെറ്റ്സ്. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം എന്താണ് അസേർഷൻ പറയുന്നത്? എല്ലാ ഫംഗ്ഷനും റിലേഷൻ ആണ്. എന്താണ് റീസൺ പറയുന്നത്? റിലേഷൻ ഈസ് എ സബ്സെറ്റ് ഓഫ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് 2 സെറ്റ്സ്. അപ്പൊ ഞാൻ നേരത്തെ നിങ്ങളെ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു എല്ലാ ഫംഗ്ഷനും റിലേഷൻ ആണ്.
ഓക്കെ, നമ്മളത് എടുത്തു പറഞ്ഞതാണ് അവിടെ. അതുപോലെ ഓരോ റിലേഷനും കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ സബ്സെറ്റുമാണ്. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താണ്? ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അപ്പൊ ഏത് വരും ആൻസർ? എ വരും ആൻസർ. ഓക്കെ, പക്ഷെ ഈ പോയിന്റ് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ പറഞ്ഞ എല്ലാ ഫംഗ്ഷനും റിലേഷൻ ആണ്, പക്ഷെ തിരിച്ച് എല്ലാ റിലേഷനും ഫംഗ്ഷൻ ആണോ? അല്ല. അതെപ്പോഴും ഓർത്ത് വെക്കുക. എല്ലാ ഫംഗ്ഷനും റിലേഷൻ ആണ്, പക്ഷെ എല്ലാ റിലേഷനും എന്തല്ല? ഫംഗ്ഷൻ അല്ല. അതും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അപ്പൊ ഇതിൽ കൂടുതൽ ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ സെറ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ വെൽ ഡിഫൈൻഡ് സെറ്റ്? ഒരു വെൽ ഡിഫൈൻഡ് സെറ്റിന്റെ എക്സാമ്പിൾ ഏതാണ്? ഓപ്ഷൻ എ, ദ സെറ്റ് ഓഫ് ഓൾ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. Option B, the set of all prime numbers less than 10. Option C, the set of all interesting books. ഓപ്ഷൻ ഡി, ദ സെറ്റ് ഓഫ് ഓൾ റിച്ച് പീപ്പിൾ. അപ്പൊ വെൽ ഡിഫൈൻഡ് എന്ന് വെച്ചാൽ എന്താണെന്ന് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞായിരുന്നു അല്ലേ? അപ്പൊ നോക്കൂ, ഇതിൽ സെറ്റ് ഓഫ് ഓൾ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ഒരു വെൽ ഡിഫൈൻഡ് സെറ്റ് ആണോ? അല്ല. എന്റെ കണ്ണിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്ന ഫ്ലവേഴ്സ് ആയിരിക്കൂല വേറൊരാൾക്ക് തോന്നുന്നത്. അപ്പൊ അതൊരു വെൽ ഡിഫൈൻഡ് സെറ്റ് അല്ല. എന്താണ്? ദ സെറ്റ് ഓഫ് ഓൾ പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 10. 10-നേക്കാളും ചെറിയ പ്രൈം നമ്പേഴ്സിന്റെ സെറ്റ്, അതൊരു സെറ്റ് അല്ലേ? അതൊരു വെൽ ഡിഫൈൻഡ് സെറ്റ് അല്ലേ? 10-നേക്കാളും ചെറിയ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞാലും വേറൊരാൾ പറഞ്ഞാലും എല്ലാം ആ സെറ്റ് എന്തായിരിക്കും? ഒരു വെൽ ഡിഫൈൻഡ് ആയിരിക്കും. നമുക്ക് ബാക്കി 2 ഓപ്ഷൻസും കൂടി പറയാം. സെറ്റ് ഓഫ് ഓൾ ഇൻട്രസ്റ്റിംഗ് ബുക്സ്. ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്ന ബുക്സ് ആയിരിക്കില്ല വേറൊരാൾക്ക് തോന്നുന്നത്. അപ്പൊ അതും ഒരു വെൽ ഡിഫൈൻഡ് സെറ്റ് അല്ല. സെറ്റ് ഓഫ് ഓൾ റിച്ച് പീപ്പിൾ. റിച്ച് പീപ്പിളിന്റെ സെറ്റ് എനിക്ക് ഭയങ്കര പൈസയുള്ള ആൾക്കാരായിട്ട് തോന്നുന്ന ആൾക്കാരായിരിക്കൂല ബാക്കിയുള്ളവർക്ക്. ഇപ്പൊ ഞാൻ എഴുതുന്ന 3 പേരോ അല്ലെങ്കിൽ 4 പേരെ പേരായിരിക്കൂല വേറൊരാൾ എഴുതുന്നത്. അപ്പൊ ഇവിടെ വെൽ ഡിഫൈൻഡ് എന്ന് പറയാൻ പറ്റുന്നത് ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ ബി ആണ്. എന്താണത്? ദ സെറ്റ് ഓഫ് ഓൾ പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 10. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഈസ് ദ നൾ സെറ്റ് റെപ്രസെന്റഡ്? എങ്ങനെയാണ് നൾ സെറ്റ് റെപ്രസെന്റ് ചെയ്യുക? ഞാൻ പറഞ്ഞു നമുക്ക് നൾ സെറ്റ് 2 രീതിക്ക് റെപ്രസെന്റ് ചെയ്യാം. ഒന്നുകിൽ സെറ്റ് സിമ്പിൾ എംറ്റി ആയിട്ടിടാം, അല്ലെങ്കിൽ എന്തെന്നിടാം? 5 എന്നിടാം. അപ്പൊ ഓപ്ഷൻ നോക്കൂ. സെറ്റ് ഓഫ് 0, ഇത് നൾ സെറ്റ് ആണോ? അല്ല. സെറ്റിന്റെ അകത്ത് എലമെന്റ് ഉണ്ട്, സിംഗിൾ എലമെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതൊരു സിംഗിൾട്ടൺ സെറ്റ് ആണ്. അപ്പൊ ഇതല്ല, സി അല്ല, ഡി അല്ല. ഏതാണ് ആൻസർ? ബി ആണ് ആൻസർ. ഒന്നുകിൽ എംറ്റി ആയിട്ടുള്ള സെറ്റ് സിമ്പിൾ അല്ലെങ്കിൽ 5. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ടൈപ്പ് ഓഫ് സെറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ്? സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ ഏത് ടൈപ്പ് സെറ്റ് ആണ്? സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഇൻഡിജേഴ്സ് വരും, നെഗറ്റീവ് ഇൻഡിജേഴ്സ് വരും, 0 വരും അല്ലേ? അപ്പൊ അത് ഏത് സെറ്റ് ആണ്? നമുക്ക് ഇൻഡിജേഴ്സ് എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ഉള്ള ഇൻഡിജർ ഏതാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇൻഡിജേഴ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് എങ്ങനത്തെ സെറ്റ് ആയിരിക്കും? ഫൈനൈറ്റ് ആയിരിക്കോ? അല്ല. നൾ സെറ്റ് ആയിരിക്കോ? അല്ല. ഈക്വൽ ആയിരിക്കോ? അല്ല. പിന്നെ എന്തായിരിക്കും? ഇൻഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും. ഇനി അടുത്തത് നോക്കൂ. 2 sets A and B are equal. 2 സെറ്റ് എയും ബിയും ഈക്വൽ ആണെന്ന് എങ്ങനെയാണ് പറയുന്നത്? ഓപ്ഷൻ നോക്കാം. A സബ്സെറ്റ് ഓഫ് B. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? B സബ്സെറ്റ് ഓഫ് A. 3 എന്താണ്? A സബ്സെറ്റ് ഓഫ് B ആൻഡ് B സബ്സെറ്റ് ഓഫ് A. D എന്താണ്? നൺ ഓഫ് ദ എബോവ്. 2 സെറ്റ് ഈക്വൽ ആണെങ്കിൽ ഈ ഓപ്ഷൻ വെച്ച് നമുക്ക് ഏതാണ് ആൻസർ എന്ന് പറയാൻ പറ്റും? 2 സെറ്റ് ഈക്വൽ ആണെങ്കിൽ ആ സെറ്റ് പരസ്പരം സബ്സെറ്റ് ആയിരിക്കും. ഇപ്പം എയും ബിയും ഈക്വൽ ആണെങ്കിൽ എ ബിയുടെയും സബ്സെറ്റ് ആയിരിക്കും, ബി എയുടെയും സബ്സെറ്റ് ആയിരിക്കും. അപ്പൊ ആൻസർ എന്താണ്? ബോത്ത് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി സബ്സെറ്റ് ഓഫ് എ. അടുത്ത് നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻ റോസ്റ്റർ ഫോം? ഈ തന്നേക്കുന്ന എക്സാമ്പിൾസിൽ റോസ്റ്റർ ഫോം ഏതാണ്? അപ്പൊ എന്താണ് റോസ്റ്റർ ഫോം എന്ന് അറിഞ്ഞാലല്ലേ, അല്ലെങ്കിൽ ഈ ഇങ്ങനെയുള്ള സെറ്റിന്റെ പേരാണ് റോസ്റ്റർ ഫോം എന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് ഈ ക്വസ്റ്റിന് ആൻസർ എഴുതാൻ പറ്റൂ. അപ്പൊ എന്താണ് റോസ്റ്റർ ഫോം? സെറ്റ് സിമ്പലിനകത്ത് കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നതിനെയാണ് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് റോസ്റ്റർ ഫോം? ബി. ആൻസർ എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് 2, 4, 6, 8 ആണ് ഇവിടുത്തെ ആൻസർ. അടുത്ത്, if A is equal to set 1, 2, 3, then which of the following is not a subset of A? A എന്നുള്ളത് 1, 2, 3 എന്നുള്ള സെറ്റ് ആണെങ്കിൽ ഈ കൊടുത്തിരിക്കുന്നതിൽ നോട്ട് എ സബ്സെറ്റ് ഓഫ് എ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സബ്സെറ്റിന്റെ അർത്ഥം എന്താണ്? സബ്സെറ്റ് എ ബിയുടെ സബ്സെറ്റ് ആവണമെങ്കിൽ എക്കകത്തുള്ള എല്ലാ എലമെന്റ്സും ബിക്കകത്ത് വേണം. അപ്പൊ ഇതിൽ നോക്കൂ, ആദ്യം നോക്ക് 1 ഇതിലില്ലേ? അപ്പം ഇതൊരു സബ്സെറ്റ് ആണ്. രണ്ടാമത്തെ നോക്ക് 1, 4. ഇതിൽ 4 ഉണ്ടോ? ഇല്ല. അപ്പൊ ഇതാണ് എന്ത്? സബ്സെറ്റ് അല്ലാത്തത്. നമുക്ക് ബാക്കി 2 ഓപ്ഷനും കൂടി നോക്കാം. 5
5 ഒരു സബ്സെറ്റ് അല്ലേ? ഞാൻ പറഞ്ഞു ഏതൊരു സെറ്റ് ആണെങ്കിലും അതിന്റെ തന്നെ സബ്സെറ്റ് ആയിരിക്കും നൾ സെറ്റ്. അപ്പൊ അതും ഒരു സബ്സെറ്റ് ആണ്. ഡി എന്താണ്? 1 2. ഇതിൽ 1 2 ഇല്ലേ? അപ്പം ഡിയും അതിന്റെ ഒരു സബ്സെറ്റ് ആണ്. അപ്പൊ നമ്മൾ ആൻസർ എന്താണ്? ബി ആണ് ആൻസർ. ബി ഈസ് സെറ്റ് 1 4. അടുത്ത് നോക്കൂ, വാട്ട് ഈസ് ദ പവർ സെറ്റ് ഓഫ് എ ഇസ് ഈക്വൽ ടു സെറ്റ് എ ബി. അപ്പൊ പവർ സെറ്റ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്? പവർ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ് ആണ്. ഈ സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ് ഓഫ് എ ബി എഴുതുക. ഏതൊക്കെയാണ്? നമുക്ക് എ ബി ആ സെറ്റ് തന്നെ ഒരു സബ്സെറ്റ് ആണ്. പിന്നെ ആരുണ്ട്? 5 ഉണ്ട്. പിന്നെ ആരുണ്ട്? സെറ്റ് എ. സിംഗിൾട്ടൺ സെറ്റ് ഓരോന്ന് എഴുതുക. ഓക്കെ, അപ്പൊ നോക്ക് എത്ര സബ്സെറ്റ് ആയി? 1 2 3 4. ഇനി വേറെ ഏതെങ്കിലും സബ്സെറ്റ് അതിനകത്ത് എഴുതാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നോക്കൂ, ഇതിൽ ഏതാണ് ആൻസർ? 5 എ ബി എ ബി അല്ലേ? അപ്പൊ ആൻസർ എന്താണ്? ബി ആണ് ആൻസർ. ഹൗ മെനി എലമെന്റ്സ് ആർ ഇൻ ദ പവർ സെറ്റ് ഓഫ് എ ഇസ് ഈക്വൽ ടു സെറ്റ് 1 2 3. പവർ സെറ്റ് ഓഫ് എയിൽ എത്ര എലമെന്റ്സ് കാണും? പവർ സെറ്റ് ഓഫ് എയിൽ എത്ര എലമെന്റ്സ് കാണും എന്ന് നമ്മൾ പഠിച്ചു. 2n അല്ലേ? അപ്പൊ ഇവിടെ എത്രയാണ്? 2n എന്ന് പറയുന്ന ആരാണ്? നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ അല്ലേ? 1 2 3. അപ്പൊ 2 ക്യൂബ്. 2 ക്യൂബ് എന്ന് പറയുമ്പോൾ ആരാണ്? 2 into 2 into 2. 2 into 2 4. 4 into 2 8. അപ്പൊ ആൻസർ എന്താണ്? ബി ആണ്. ബി ഏതാണ്? ആൻസർ 8 വരും. ഓക്കെ, അടുത്ത് നോക്കൂ, വാട്ട് ഈസ് ദ ഓപ്പൺ ഇന്റർവെൽ 2 5. ഇതിൽ ഏതാണ് ഓപ്പൺ ഇന്റർവെൽ 2 5? ഓപ്പൺ ഇന്റർവെൽ എന്ന് പറയുമ്പോൾ എന്താണ് ഏറ്റവും ആദ്യം ആലോചിക്കേണ്ടത്? ഒന്ന് ആ ബ്രാക്കറ്റ്സ്, 2 2ഉം 5ഉം ഇൻക്ലൂഡ് ചെയ്യൂല. 2ഉം 5ഉം ഇൻക്ലൂഡ് ചെയ്യാതെ വരുന്നതായിരിക്കും ഓപ്പൺ ഇന്റർവെൽ. അപ്പൊ ആദ്യത്തേത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഈക്വൽ ടു സൈൻ ഉണ്ട് അല്ലേ? അപ്പൊ അതല്ല. രണ്ടാമത്തേത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ടും ഈക്വൽ ടു സൈൻ അവിടെ വരുന്നില്ല. ഈക്വൽ ടു സൈൻ വന്നു കഴിഞ്ഞാലാണ് എന്ത് പറയുന്നത്? ഇൻക്ലൂഡഡ് ആണോ അല്ലേ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്നും എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്നും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമുക്ക് 2ഉം 5ഉം ഇൻക്ലൂഡ് ചെയ്യുമെന്ന് മനസ്സിലാവും. അപ്പോൾ അടുത്ത മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പറയുന്നുണ്ട്, പക്ഷെ ഇവിടെ ഈക്വൽ ടു സൈൻ ഇല്ല. നാലാമത്തേത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈക്വൽ ടു സൈൻ ഇല്ല, പക്ഷെ ഇവിടെ ഒരു ഈക്വൽ ടു സൈൻ ഉണ്ട്. ഓക്കെ, അപ്പം ഏതായിരിക്കും ആൻസർ? ആൻസർ ബി ആയിരിക്കും. എന്താണ് ബി? സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ 2 ആൻഡ് എക്സ് ലെസ് ദാൻ 5. അപ്പോൾ 2ഉം 5ഉം ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്നുള്ള അർത്ഥമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആൻസർ ഏതാണ്? ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡസ് ദ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി ഇൻക്ലൂഡ്? എ ബി ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിക്കകത്ത് എന്തൊക്കെ വരാം? ഞാൻ പറഞ്ഞു ക്ലോസ്ഡ് ഇന്റർവെൽ ആണെങ്കിൽ ഇതിന്റെ രണ്ടിനും ഇടയ്ക്കുള്ള വാല്യൂസും വരാം, എയും വരാം, ബിയും വരാം. എ വരാം, ബി വരാം, എക്കും ബിക്കും ഇടയ്ക്കുള്ള വാല്യൂസും വരാം. ഓൺലി വാല്യൂസ് ഗ്രേറ്റർ ദാൻ എ ആൻഡ് ലെസ് ദാൻ ബി. എയേക്കാളും കൂടുതലും ബിയേക്കാളും കുറഞ്ഞ വാല്യൂ ആണോ? അല്ല. അടുത്ത പോയിന്റ് എന്താണ്? വാല്യൂസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എക്സ്ക്ലൂഡിങ് എ ആൻഡ് ബി. എയും ബിയും വരാൻ പറ്റൂല, പക്ഷെ എക്കും ബിക്കും ഇടയ്ക്കുള്ള വാല്യൂസ്, അതാണോ? അല്ല. മൂന്നാമത്തെ എന്താണ്? വാല്യൂസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഇൻക്ലൂഡിങ് എ ആൻഡ് ബി. എക്കും ബിക്കും ഇടയ്ക്കുള്ള വാല്യൂസും വരാം, എയും വരാം, ബിയും വരാം. ഓക്കെ, എക്കും ബിക്കും ഇടയ്ക്കുള്ള വാല്യൂസും ഇൻക്ലൂഡിങ് എ ബി, അതല്ലേ ആൻസർ? അപ്പൊ ആൻസർ എന്താണ്? വാല്യൂസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഇൻക്ലൂഡിങ് എ ആൻഡ് ബി. അടുത്ത് നോക്കൂ, ഇഫ് എ ഈസ് സെറ്റ് 1 2 3 ആൻഡ് ബി ഈസ് സെറ്റ് 1 2 3 4 ദെൻ എ ഈസ്. നമ്മൾ എ ഒരു സെറ്റ് തന്നിട്ടുണ്ട്, ബി എന്ന് പറഞ്ഞ് വേറൊരു സെറ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ ബിയുടെ ആരാണെന്ന് പറയാം? എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി. എന്തുകൊണ്ട്? എയിലുള്ള എല്ലാ എലമെന്റ്സും എവിടെയുണ്ട്? ബിയിലുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ്സ് എ ഫൈനൈറ്റ് സെറ്റ്? ഒരു ഫൈനൈറ്റ് സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഏതാണ്? ഫൈനൈറ്റ് എന്ന് വെച്ചാൽ കൗണ്ടബിൾ ആയിട്ടുള്ളത്. കൗണ്ടബിൾ ആയിട്ടുള്ളത് ഏതാണ്? ഇപ്പൊ സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ് പറയാൻ പറ്റുമോ? 2 4 6 8 എന്നും പറഞ്ഞ് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുമല്ലേ. അതുപോലെ ഇൻഡിജേഴ്സ് ആണെങ്കിലും നമുക്കൊരു ഒരിടത്ത് വെച്ച് സ്റ്റോപ്പ് ചെയ്യാനില്ലല്ലോ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനല്ലേ പറ്റൂ. റിയൽ നമ്പേഴ്സ് ആണെങ്കിലും അങ്ങനെയല്ലേ. അപ്പൊ നമുക്കൊരു ഫൈനൈറ്റ് എന്നുള്ളത് ഇവിടെ ഏതായിരിക്കും? സെറ്റ് ഓഫ് വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വവൽസ് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈനൈറ്റ് ആണ്. എ ഇ ഐ ഒ യു 5 എണ്ണല്ലേ ഉള്ളൂ. അപ്പൊ അതൊരു ഫൈനൈറ്റ് സെറ്റ് ആണ്. അടുത്ത് നോക്കൂ, വാട്ട് ഈസ് ദ കാർഡിനാലിറ്റി ഓഫ് സെറ്റ് എ ബി സി? അപ്പൊ കാർഡിനാലിറ്റി എന്താണെന്ന് ഞാൻ പറഞ്ഞു. കാർഡിനാലിറ്റി എന്ന് പറയുമ്പം നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് അല്ലേ. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് എലമെന്റ്സ് എത്രയാണ്? 3 ആണ്. അപ്പൊ ഇവിടുത്തെ കാർഡിനാലിറ്റി ഏതായിരിക്കും? 3 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ് കണ്ടെയ്നിങ് 4 എലമെന്റ്സ്? 4 എലമെന്റ്സ് ഉള്ള ഒരു
സെറ്റിലെ നമ്പർ ഓഫ് സബ്സെറ്റ്സ് എത്ര? നമ്പർ ഓഫ് സബ്സെറ്റിന്റെ ഇക്വേഷൻ എന്താണ്? 2n ആണ്. അപ്പൊ 2n പകരം ഇവിടെ ആരാണ്? 2 ആണ്. ദാറ്റ് ഈസ് 2 into 2 into 2 into 2. 2 into 2 4. 4 into 2 18. 18 into 2 ആൻസർ എന്ത് വരും? 16 വരും. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വാലിഡ് റെപ്രസെന്റേഷൻ ഓഫ് എ നൾ സെറ്റ്? ഇതിൽ നൾ സെറ്റിന്റെ വാലിഡ് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ അല്ലാത്തത് ഏത്? ഞാൻ പറഞ്ഞു, ഒന്നുകിൽ നൾ സെറ്റ് നമുക്ക് 5 എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ എഴുതാം. പക്ഷെ ഒരിക്കലും നമ്മൾ ഇങ്ങനെ എഴുതൂല. ഓക്കെ. അപ്പൊ ആൻസർ എന്തായിരിക്കും? സി ആയിരിക്കും. ഒന്നുകിൽ അതിൽ എം ടി ആണെന്ന് സെറ്റ് സിമ്പൽ ഇട്ട് കാണിക്കാം, അല്ലെങ്കിൽ എന്തെഴുതാം? 5 എന്നിടാം. പക്ഷേ രണ്ടും കൂടി ഒന്നിച്ച് എഴുതി കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഓക്കെ. അടുത്ത് നോക്കൂ. ദ സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് ഈസ് ഡിനോട്ടഡ് ബൈ. റാഷണൽ നമ്പേഴ്സിന്റെ സെറ്റിനെ ഏത് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്? ക്യൂ വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ അറിഞ്ഞൂടാത്ത ആൾക്കാർ ശ്രദ്ധിക്കുക. R ഡിനോട്ട് ചെയ്യുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. Q ഡിനോട്ട് ചെയ്യുന്നത് സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് ആണ്. Z ഡിനോട്ട് ചെയ്യുന്നത് സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് ആണ്. അതുപോലെ N സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഓക്കെ. അപ്പൊ ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇപ്പം ഇവിടെ നമ്മളടുത്ത് ചോദിച്ചേക്കുന്ന ഏതാണ്? ദ സെറ്റ് ഓഫ് റാഷണൽ നമ്പർ. സെറ്റ് ഓഫ് റാഷണൽ നമ്പർ നമ്മൾ ഏത് വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്? ക്യൂ വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. വാട്ട് ഡസ് ദ നൊട്ടേഷൻ എക്സ്, ആ ഒരു നൊട്ടേഷൻ, അതായത് ഇത് എ മീൻ. അപ്പൊ ഏതിന്റെ സിമ്പിൾ ആണ് ഇത്? ഇതിന്റെ അർത്ഥം എക്സ് ഈസ് നോട്ട് ഇൻ എ ആണോ? എക്സ് ബിലോങ്സ് ടു എ ആണോ? എക്സ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ ആണോ? എക്സ് ഈസ് എ പവർ സെറ്റ് ഓഫ് എ ആണോ? അപ്പൊ എക്സ് ബിലോങ്സ് ടു എ എന്താണ് അർത്ഥം? എക്സ് ബിലോങ്സ് ടു എന്ന് വെച്ചാൽ എക്സ് എയിലുള്ള എലമെന്റ് ആണ്, അല്ലെങ്കിൽ എക്സ് എയിലാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? എക്സ് ബിലോങ്സ് എ. അപ്പൊ എക്സ് ഇങ്ങനെ എഴുതി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കകത്തുള്ള എലമെന്റ് ആണ് എക്സ്. അതായത് ഇപ്പൊ ഞാൻ എ എന്നുള്ളൊരു സെറ്റിന് എ ബി എന്നിട്ട് കഴിഞ്ഞാൽ സ്മോൾ എ എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എ എന്ന് ഉദ്ദേശിച്ച എന്താണ് അർത്ഥം? എക്കകത്തുള്ള, സെറ്റ് എക്കകത്തുള്ള ഒരു എലമെന്റ് ആണ് ഇത്. അപ്പൊ ഈ സൈൻ എന്താണ് പറയുന്നത്? എലമെന്റ് ഓഫ് എന്നാണ് പറയുന്നത്. എലമെന്റ് ഓഫ്. ഓക്കെ. അടുത്ത് നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്റർവെൽസ് ഇൻക്ലൂഡ്സ് 2 and 5? 2ഉം 5ഉം ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന ഇന്റർവെൽ ഏതാണ്? 2ഉം 5ഉം ഇൻക്ലൂഡ് ചെയ്ത് വരണമെങ്കിൽ അതും ഉറപ്പായിട്ട് ഒരു ക്ലോസ്ഡ് ഇന്റർവെൽ ആയിരിക്കണം. ക്ലോസ്ഡ് ഇന്റർവെൽ 2, 5 ആണ്. അപ്പൊ ആൻസർ എന്താണ്? ക്ലോസ്ഡ് ഇന്റർവെൽ 2, 5. ആൻസർ എന്താണ്? ബി ആണ് ആൻസർ. അടുത്ത് നോക്കാം. വാട്ട് ഡസ് സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 and x less than 10 represent in a roster form? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാര്യം സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ആൻഡ് എക്സ് ലെസ് ദാൻ 10. എക്സ് മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കണം. അപ്പൊ മൾട്ടിപ്പിൾ ഓഫ് 3 ഏതൊക്കെയാണ്? 3, 6, 9, 12, 15, 18 ഇങ്ങനെ പോകും അല്ലേ? എന്ത് കണ്ടീഷനും കൂടി അവർ പറയുന്നുണ്ട്? എക്സ് ലെസ് ദാൻ 10 ആണെന്ന് പറയുന്നുണ്ട്. അതായത് മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കണം, 10നേക്കാളും ചെറുതും ആയിരിക്കണം. അപ്പൊ ഏതൊക്കെ വരും? ഈ 3 അല്ലേ വരൂ. അപ്പൊ അതിന്റെ സെറ്റ് അല്ലേ? സെറ്റ് 3, 6, 9. അപ്പം ഏതാണ് ആൻസർ? ഇങ്ങനെയല്ലേ നമ്മൾ റോസ്റ്റർ ഫോം എഴുതുന്നത്. അപ്പൊ ഇതിൽ ആൻസർ ഏതാണ്? എ ആണ്. സെറ്റ് 3, 6, 9. അടുത്ത് നോക്കാം. വാട്ട് ഈസ് ദ സബ്സെറ്റ് ഓഫ് നൾ സെറ്റ്? നൾ സെറ്റിന്റെ സബ്സെറ്റ് ഇതിൽ ഏതാണ്? ഇറ്റ്സെൽഫ്, യൂണിവേഴ്സൽ സെറ്റ്, പവർ സെറ്റ്, നൺ. നൾ സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെറ്റിനകത്ത് ഒന്നുമില്ല. അതിന്റെ സബ്സെറ്റ് അത് തന്നെയാണ്. അപ്പൊ ഏത് തന്നെ വരും? നൾ സെറ്റ് അല്ലെങ്കിൽ ഇവിടത്തെ അനുസരിച്ച് ഇറ്റ്സെൽഫ് ആണ് ആൻസർ. ഓക്കെ. നൾ സെറ്റിന്റെ സബ്സെറ്റ് ഏത് തന്നെയാണ്? നൾ സെറ്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ടും ഈ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഈ ക്ലാസ് ഭയങ്കര യൂസ്ഫുൾ ആണ്. നിങ്ങൾക്ക് മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്കും ഇയർ ഗ്യാപ്പ് ഉള്ളവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാര്യം അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ റിലേഷനും ഫംഗ്ഷനൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് സെറ്റ് എന്താണ്, കാർഡിനാലിറ്റി എന്താണ്, പവർ സെറ്റ് എന്താണ്, ഈ വക കൺഫ്യൂഷൻ ഒന്നും വരാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് ആദ്യം എടുത്തത്. അപ്പോൾ ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇതിന്റെ ഏറ്റവും ബേസിക്കിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചോദിച്ചിട്ടുണ്ട്? കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ, കഴിഞ്ഞ തവണത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടുള്ള ക്ലാസ്സസ് ഇതിന്റെ കുറച്ച് ലെവലുള്ള ക്ലാസ്സസ് ആയിരിക്കും. അത് മാത്രമല്ല ഇതിൽ തന്നെ സെറ്റിനകത്തും നെറ്റിനകത്തും ഒക്കെ ചോദിച്ച PYQs എടുത്തിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും ഒക്കെ നിങ്ങൾ ഫ്യൂച്ചർ ക്ലാസ്സസിലോട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.